സഹിക്കട്ടെ എന്നാണ് NIV-യുടെ തർജ്ജിമ. സ്തോത്രം. കഷ്ടം സഹിക്കുന്ന മനുഷ്യൻ ആ ഭാഗത്ത് പറയുമ്പോൾ നേരം പോയി, ഞാൻ വായിക്കണം, നിങ്ങൾ വായിച്ചാൽ ഞാനൊരു ഉദാഹരണം മനസ്സിൽ നിന്ന് പോകാതിരിക്കാൻ പറയാം. കഷ്ടത്തിൽ തകർന്നു പോകും ആളുകൾ, അതുകൊണ്ട് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ മനസ്സിൽ നിർത്താനായിട്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ദർ വാസ് എ ഫേമസ് ബൊട്ടാണിസ്റ്റ്. അയാൾ ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അയാൾ തൻ്റെ ഒരു പ്രത്യേക വളർത്തുന്ന ഒരു പൂന്തോട്ടത്തിൽ രാവിലെ ചെന്ന് ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ നോക്കുക. ഒരു മൾബറി ചെടിയിൽ ഒരു പ്യൂപ്പ, അറിയാമല്ലോ പ്യൂപ്പ, ആ പ്യൂപ്പയുടെ അറ്റം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അയാൾ സൂക്ഷിച്ച് നോക്കിയപ്പം 2 കണ്ണ്, എന്നിട്ട് 2 തുമ്പിക്കൈ പോലെ 2 രോമങ്ങളും പുറത്തോട്ടുണ്ട്. ഈ കണ്ണിങ്ങനെ ഉരുളുക. സൂക്ഷിച്ച് നോക്കിയപ്പം പ്യൂപ്പ പൊട്ടി. വൈകിട്ട് പിന്നെയും നോക്കിയപ്പോൾ കുറച്ചും കൂടെ പൊട്ടിയിട്ടുണ്ട്. അയാൾ പിന്നെയും പോയി. പിന്നെ നോക്കിയപ്പോൾ കുറച്ചും കൂടെ പൊട്ടിയിട്ടുണ്ട്. കളപ്പെടുക. അന്നും അയാൾ തിരിച്ചു പോയി. അന്ന് വൈകിട്ട് വന്ന് നോക്കിയപ്പം ഇതിന്റെ വെപ്രാളവം ഒട്ടുകൂടെ വർദ്ധിച്ചു. കിടന്ന് പെടയ്ക്കുക, ഭയങ്കര പെട. അന്ന് വെള്ളം തിരിച്ചു കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ ഒന്ന് നോക്കിയപ്പോൾ കുറെ കൂടി ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ പെടയ്ക്കലങ്ങ് വർദ്ധിച്ചു. പക്ഷെ ഭയങ്കര കഷ്ടം തോന്നി. ഇതിന്റെ പെടയ്ക്കൽ കണ്ണുരുട്ടും ഇതിന്റെ ആ വെപ്രാളം കണ്ടപ്പം സങ്കടം തോന്നിട്ട് അയാൾ അകത്ത് ചെന്നിട്ടേ ഒരു കൊച്ചു കത്രിക എടുത്തോണ്ട് വന്നിട്ട് ആ മിച്ചമുള്ള ആ പ്യൂപ്പയുടെ ഭാഗം ടക്ക് 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 പതുക്കെ അങ്ങോട്ട് വെട്ടിവിട്ടപ്പോൾ തണ്ടെന്ന് പറഞ്ഞൊരു സാധനം താഴോട്ട് വീണു. താഴോട്ട് വീണ സാധനം നോക്കുമ്പം ഒരു ഭാഗം, പകുതി ഭാഗം ചിത്രശലഭവും അതിന്റെ പിന്നത്തെ ഭാഗം യെല്ലോയിഷ് ജെല്ലി, ഒരു മഞ്ഞ ജെല്ലി. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു വിചിത്ര ജീവി താഴെ വീണു. മുമ്പിലത്തെ ഭാഗം നല്ല ചിത്രശലഭത്തെ പോലെ ഇരിക്കുന്നു, ചിത്രശലഭത്തിന്റെ പകുതി. പക്ഷെ പിന്നത്തെ ഭാഗം ഒരു ജെല്ലിയാ. അതായത് അത് ഈ പ്യൂപ്പയ്ക്കകത്ത് കിടന്ന് ഈ തോടിനകത്ത് കിടന്ന് പെടച്ച് മനസ്സിലാവുന്നുണ്ട്? അതൊരു ചിത്രശലഭമാകാൻ പ്രകൃതി നിയമിച്ചിരുന്നതാ. അതിന്റെ ആ ഫുൾ പ്രോസസ് കഴിയുന്നതിന് മുമ്പ്, മനസ്സിലായോ? അതിനോട് കരുണ തോന്നിയ ഒരാൾ അതിനൊരു ഉപകാരം ചെയ്തു വിട്ടു. പെട്ടപാട് വെറും നഷ്ടം. ഇതാണ് കഷ്ടത. അതിനെ മുഴുവൻ പൂർത്തീകരണം നമ്മൾ ചിലപ്പം വരുത്താൻ നമ്മൾ കാത്തിരിക്കണം. യഹോവയ്ക്കായി കാത്തിരിക്കുക, കുറുക്കു വഴിയെ ഓടരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതാണ് ഈ കഷ്ടത. നമ്മൾ എന്ത് ചെയ്യുക? വിശുദ്ധീകരിക്കുക. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. കഷ്ടത നമ്മളെ കർത്താവിനായി ഒരുക്കുക, പറന്നുയരാനുള്ള ഒരു ചിത്രശലഭമായി ചിലപ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കുക. കുറുക്കു വഴികളിലൂടെ പോയി രക്ഷപ്പെടാനായിട്ട് നമ്മൾ നോക്കരുത്. കർത്താവിന്റെ മുഖത്ത് കാത്തിരിക്കണം. അപ്പാ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് എന്താ ആഗ്രഹിക്കുന്നോ അതിനായി അടിയനെ തന്നെ ഇതാ സമർപ്പിക്കുന്നു. ആ വിശ്വാസം ഉണ്ടെങ്കിലേ അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ഒരിക്കലും തെറ്റുവരികയില്ല. ഇതാണ് വിശ്വാസത്താൽ നമുക്ക് വിശുദ്ധീകരണം കൊടുക്കും. മൈ ഗോഡ് ലവ്സ്. ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ നിർവചനം? Absolute confidence in the unfailing goodness, care, infallibility, and his inordinate love for us, and that is proved in our implicit obedience. ദൈവത്തിന്റെ സ്നേഹത്തിലും കരുതലിലും തെറ്റിക്കൂടായ്മയിലും ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആർദ്രതയിലും 100% ഉറപ്പുണ്ടായിട്ട് എൻ്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റുവരികയില്ല എന്നുള്ള ഉറപ്പോടുകൂടി അവൻ എന്നെ സ്നേഹിക്കുന്നു. അവൻ അറിയാതെ തലേന്ന് ഒരു രോമം പോലും വീഴില്ല. സർവജ്ഞനായ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ദൈവത്തെ കുറിച്ചുള്ള ആ വലിയ ഉറപ്പ് നമ്മളിൽ ഉണ്ടായിട്ട് നമുക്ക് ദൈവത്തോടുള്ള ആ ബന്ധത്തിന്റെ ഫലമായി ആ വലിയ കൈകളിൽ നമ്മളെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാൻ സ്തോത്രം ഇടയാകുന്ന ആ ബന്ധമാണ് ഏത്? വിശ്വാസം. അല്ല മനസ്സുകൊണ്ട് കാര്യം സ്വപ്നം കാണുന്നതല്ല വിശ്വാസം. അത് കഷ്ടതയിലാകുമ്പോൾ എൻ്റെ കർത്താവേ, അങ്ങുന്ന് എന്തോ ഉദ്ദേശത്തിനാണ് എന്നെ ഇവിടെ ആക്കിയത്. മനസ്സിലായോ? ഇന്നാർക്കും എന്നൊക്കെ കുറച്ച് പഠിച്ചവന് അവന് എല്ലാ സൗകര്യങ്ങളാണ്. ബട്ട് ലോർഡ്, എന്റെ അവസ്ഥ കർത്താവ്, എന്നൊക്കെ പിന്നെ വന്നവന്
ഇന്ന സൗകര്യങ്ങൾ. എൻ്റെ അവസ്ഥ. നോ, ഡോണ്ട് കംപ്ലെയിൻ ലൈക്ക് ദാറ്റ്. സീക്ക് ദ ഫേസ് ഓഫ് ദ ലോർഡ്. നിന്നെ നിത്യതയ്ക്ക് ഒരുക്കാൻ നിന്നെ എവിടെ വെക്കണ്ടെന്ന് ദൈവത്തിനറിയാം. സ്തോത്രം. ഓരോരുത്തന് വിശ്വാസത്തിന് അളവ് പങ്കിട്ട്, ഓരോരുത്തന് അനുഭവങ്ങൾ പങ്കിട്ട്, സ്തോത്രം, അനോധി നിർണയം നിവർത്തിക്കുവാനായി കർത്താവ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം ആട്ടെ. അങ്ങനെ സഭ ഒരുങ്ങുമ്പോൾ മകനെ, അനോധി നിർണയപ്രകാരമുള്ള സഭയുടെ ഒരുക്കം പൂർത്തിയാകുമ്പോൾ, അതാണ് റോമാലേഖനത്തിൽ വായിക്കുന്നു, ജാതികളുടെ 11-ാമത്തെ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുമ്പോൾ. സ്തോത്രം. ജാതികളുടെ പൂർണ്ണ സംഖ്യ അത് ഇന്ന് രാത്രി ചേർന്നാൽ സഭയുടെ പണി തീർന്നു. സഭയാകുന്ന കെട്ടിടത്തിന്റെ കോപ്പിംഗ് സ്റ്റോൺ വെച്ചു. സ്തോത്രം. പിന്നെ ഒരു നിമിഷം പോലും കാഹളം നനയ്ക്കാൻ വൈകിയല്ല. കൃപയുടെ വാതിൽ അടയും. സ്തോത്രം. ബഹുമാനപ്പെട്ട ദൈവദാസൻ സ്പർജ്യം പറഞ്ഞൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുക. ഈ രണ്ട് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും കയറുക. ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരേന്ന് ഒരൊച്ച സ്നെയിൽ, ഇറ്റ് വാസ് പേസിങ് അപ്പ്, ഇഞ്ചിങ് അലോങ്. അതിങ്ങനെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വരിക. ഒച്ച എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വന്ന് നോഹ ഇങ്ങനെ വാതുക്കെ നിൽക്കുക. സ്തോത്രം. ദൈവം കാത്തു നിൽക്കുക. അവസാനം ഈ ഒച്ചും കൂടെ വന്ന് എഴഞ്ഞ്, മനസ്സിലായോ? അതും ഈ രണ്ട് അങ്ങ് അകത്തോട്ട് കയറിയപ്പോൾ വാതിൽ അടച്ചു. അടച്ചു. സ്പർജ്യം പറഞ്ഞ ഒരു ഉദാഹരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവസഭയിൽ ചേർക്കപ്പെടുവാനുള്ള അവസാനത്തെ വ്യക്തിയും ഇന്ന് രാത്രി ചേർക്കപ്പെട്ടാൽ ദാറ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അങ്ങനെ പറയാമോ എനിക്കറിയില്ല. ഒരുങ്ങിയ മണവാട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണിയറയിലേക്ക് ചേർക്കപ്പെടുകയാണ്. മണവാളൻ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ ഒരുങ്ങിയോ? മണവാളനായിരിക്കണം നമുക്ക് വലുത്. എങ്ങനെയല്ലോ സ്വർഗത്തിൽ കയറുക എന്നല്ല. നേരം പോയി. ഇനി നിങ്ങളെ ഇരുത്തുന്ന സോറി, ക്ഷമിക്കണം, ഞാൻ നിർത്തുക. ബാക്കി ഞാൻ അടുത്ത ദിവസം നിങ്ങൾ കൂടുന്നുണ്ടല്ലോ, ഞാൻ പറയാം. നമ്മളെവിടെയാണെന്ന് അനാദിയിലെ നിർണയത്തിൽ, ഈ നിത്യമായ കാര്യപരിപാടിയിൽ ദൈവം നമ്മളെയും പങ്കാളികളാക്കി. ഹല്ലേലൂയ. അവന്റെ മണവാട്ടിയായി രൂപപ്പെടുന്ന ആ വിശുദ്ധന്മാരുടെ സംഘത്തിൽ പരിശുദ്ധാത്മാവിനാൽ, വചനത്താൽ, കൂട്ടായ്മയാൽ, ശുശ്രൂഷക വൃന്ദത്താൽ, സ്തോത്രം, അതുപോലെ കൃപാവരങ്ങളാൽ, ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളാൽ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. സ്തോത്രം. അവന്റെ വചനത്താൽ നമ്മുടെ വിശുദ്ധീകരണം, അവന്റെ വചനത്തിന്റെ സത്യം അനുസരിച്ച്, അവന്റെ വചനത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയപ്പെട്ട് കർത്താവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മളുടെ ഒരുക്കം എങ്ങനെയുണ്ട്? കർത്താവേ, മണവാളനെ ഒരു മണവാട്ടിക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ മൂറിൻ തൈലം, മൂറിൻ കൂട്ട് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് എന്നിൽ നിന്ന് എന്തെങ്കിലും അശുദ്ധി കളയാനുണ്ടെങ്കിൽ, ലൗകികത, ലോകസ്നേഹം, സ്തോത്രം, എന്തെങ്കിലും കളയാനുണ്ടെങ്കിൽ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രധാനം എന്തെങ്കിലും കളയാനുണ്ടെങ്കിൽ, ജഡത്തിന്റെ പ്രവൃത്തികൾ ഏതെങ്കിലും, സ്തോത്രം, മരിപ്പിക്കാനുണ്ടെങ്കിൽ എനിക്കതിന് കൃപ തരണം. ആ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ടാളിയാക്കുവാൻ, സ്തോത്രം, ആ സുഗന്ധദ്രവ്യം കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് പരിശുദ്ധാത്മാവ് എനിക്ക് ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം കണ്ണടയ്ക്കുമ്പോൾ മനസ്സൊന്ന് തുറക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ നിത്യതയുടെ കാര്യമാണ്, നമ്മുടെ നിത്യതയുടെ കാര്യമാണ്. സ്തോത്രം, സ്തോത്രം. ഇവിടുത്തെ റെസിഡൻസ് വിസയുടെയും ഇവിടുത്തെ ജോലി പെർമിറ്റിന്റെയും കാര്യമൊന്നുമല്ല. അതിനേക്കാൾ ഒക്കെ വളരെ വലുതായി നിത്യതയുടെ കാര്യത്തിൽ നമുക്ക് അബദ്ധം വരരുത്. നമുക്ക് നമ്മളെ തന്നെ ദിവസങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, സ്തോത്രം.
ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഈ 17ാമത്തെ ദിവസം നമുക്കൊരുമിച്ച് ഈ പ്രിയ ഭവനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഞാൻ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ വരവ് ഇത്രത്തോളം വൈകി, കർത്താവിന് പ്രസാദമായിട്ട് നമ്മുടെ ആയുസ്സിനോട് ഇത്രത്തോളം ദിവസങ്ങളും കൂടെ കൂട്ടുവാൻ കർത്താവിന് ഹിതമായി. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിലത്തെ ഈ കൂടിയൊരു നമുക്കിവിടെ സാധ്യമായിരിക്കുന്നത്. സ്തോത്രം. കർത്താവിൻ്റെ കൃപകൾക്കായും കർത്താവിൻ്റെ കരുണകൾക്കായും ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ആത്മീയ വിഷയ സംബന്ധമായി നമുക്ക് പല കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുവാൻ അവസരമുണ്ടായി. നമ്മൾ ചിന്തിച്ച വിഷയങ്ങളെല്ലാം കോംപ്രിഹെൻസീവായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിച്ചൊന്നും പറയാനൊക്കെയില്ല. എങ്കിലും പ്രായോഗിക ജീവിതത്തിന് പ്രയോജനകരമായ നിലയിൽ പ്രത്യേകിച്ച് സുവിശേഷീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമാകത്തക്ക നിലയിൽ എൻ്റെ വാക്കുകളെ ഞാൻ പ്രത്യേകമായി ഫാഷൻ ചെയ്യുകയായിരുന്നു. സ്തോത്രം. അങ്ങനെ ന്യായമായി ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരമായി തന്നെ ദൈവവചനത്തിൻ്റെ സത്യം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൽ ദൈവം തൻ്റെ തിരുഹൃദയം തുറന്നിട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ രൂപരേഖ തിരുവഴുത്തിൽ നമുക്ക് കാണാം. ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ രൂപരേഖ, എ ബ്ലൂ പ്രിന്റ് ഓഫ് ഗാഡ്സ് പ്ലാൻ അബൌട്ട് ഹ്യൂമാനിറ്റി നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയും. സ്തോത്രം. അത് അനാദിയിലെ ദൈവനിർണയം എന്ന ആ പ്രയോഗം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുകയാണ്. സ്തോത്രം. ദൈവം ഒരു ഉദ്ദേശമില്ലാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ചുമ്മാതങ്ങനെ ഇരുന്നപ്പം ദൈവത്തിന് ചുമ്മാ സൃഷ്ടിക്കാൻ തോന്നി, അങ്ങനെ സൃഷ്ടിച്ചു. ഇതൊക്കെ ഇങ്ങനെ ആയി വന്നു. മനുഷ്യൻ കൊണ്ട് പാവുകയും ചെയ്തു. ഇങ്ങനെ ആകെ കൂടി ഒരു ഹാഫ് എക്സസൈഡ് വെയിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന പോലെ പോകുന്ന മനുഷ്യന്റെ പ്രകൃതം പോലെ അങ്ങനെ ഒരു പറച്ചിലില്ലേ? അയാളാ പോവാ, വരുന്നിടത്ത് വെച്ച് കാണാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ലോകത്തിലെ പല എന്റർപ്രൈസസും നമ്മൾ ഇറ്റ്സ് എ ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്. ക്വൈറ്റ് ഓഫൻ പലപ്പോഴും നമുക്ക് അങ്ങനെയാണ്. ലീപ്പിംഗ് ഇൻ ടു ദി വോയിഡ്, ലീപ്പിംഗ് ഇൻ ടു ദ ഡാർക്ക്നെസ്. പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ പറ്റിയില്ല. ദൈവത്തിന്റെ കാര്യപരിപാടിയൊന്നും അങ്ങനെയല്ല. ദൈവത്തിന് കൈപ്പിഴയൊന്നും പറ്റുകയില്ല. സ്തോത്രം. എല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് മാത്രം ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പലതുമൊക്കെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് അന്താളിച്ചു പോകും. ദൈവം എന്നെ മറന്നോ? ഞാൻ ഈ കഷ്ടത്തിലായത് ദൈവം അറിഞ്ഞില്ലേ? ദൈവം എന്നെ കൈവിട്ടോ? ദൈവമേ, ആർ യു കൺസേൺഡ് അബൌട്ട് മീ? ചിലപ്പോൾ നിലവിളിക്കാൻ തോന്നിയത് വരും. നെവർ ഫിയർ ഡിയർ വൺസ്, ഗോഡ് ഹാസ് എ പ്ലാൻ. അതിനും ദൈവത്തിനൊരു ഉദ്ദേശ്യമുണ്ട്. സ്തോത്രം. ഒരു ഉദ്ദേശ്യമില്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. അതാണ് തിരുവഴുത്ത് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചതാണ്. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശ്യത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. സ്തോത്രം. അതാണ് 1 കൊരിന്തി 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. 22-ാമത്തെ വാക്യത്തിൽ പൗലോസോ, വാക്യങ്ങളൊക്കെ മനഃപ്പാഠം പഠിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ പൗലോസോ, അപ്പൊല്ലോസോ, കേഫാവോ, അടുത്തത് ലോകമോ ജീവനോ മരണമോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, സകലവും നിങ്ങൾക്കുള്ളത്. സ്തോത്രം. സകലവും നിങ്ങൾക്കുള്ളത് നമുക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവസഭയ്ക്കു വേണ്ടിയാണ് സകലവും. അതിൽ മരണവും ഇപ്പോഴുള്ളതും വരുവാനുള്ളത്. ആ പ്രയോഗത്തിനകത്ത് ഒഴിവാക്കിയിരിക്കുന്ന ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ സകലവും ദൈവസഭയുടെ രൂപീകരണത്തിന് വേണ്ടിയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണാൻ കഴിയും. സകലവും സഭയ്ക്കു വേണ്ടിയാണ്. അപ്പോൾ ദുഷ്ടനെയും കൂടി അവനും സഭയുടെ രൂപീകരണത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരായുധമാണ്. അവൻ അറിയാതെ തന്നെ അവൻ പലതും തിന്മയ്ക്കായി ചെയ്യുന്ന ദൈവം എന്ത് ചെയ്യുന്നു? നന്മയ്ക്കാക്കി തീർക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടല്ലോ. അവനൊന്നും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അവൻ സകലത്തെയും തൻ്റെ പ്ലാനിൻ പ്രകാരം ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആരാ? പിശാച്.
തൻ്റെ പ്ലാനിൻ പ്രകാരം ട്വിസ്റ്റ് ചെയ്ത്, he plans to twist, warp and manipulate things to suit his evil designs. പക്ഷെ ദൈവത്തിന് നല്ല സ്തോത്രം, നല്ല ഉദ്ദേശങ്ങൾ അതിലുമുണ്ട്. അതുപോലും ദൈവം എന്ത് ചെയ്യും? തൻ്റെ ഉദ്ദേശത്തിന് ആക്കി തീർക്കും. സ്തോത്രം. അങ്ങനെ സകലവും നമ്മുടെ നന്മയ്ക്കായി, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി ആക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സകലവും. സ്തോത്രം. അപ്പോൾ തിന്മയ്ക്കായി അവൻ താല്പര്യപ്പെടുന്നത് പോലും ദൈവം എന്തിനാക്കി തീർക്കുന്നു? നമ്മുടെ നന്മയ്ക്കാക്കി. ആണല്ലോ ശിംശോൻ പറഞ്ഞ ഒരു കടങ്കഥയുണ്ടല്ലോ, മല്ലനിൽ നിന്ന് മധുരവും ഭോക്താവിൽ നിന്ന് ഭോജനവും എന്ന് പറഞ്ഞാൽ, ഭോക്താവിൽ നിന്ന് ഭോജനം എന്ന് പറഞ്ഞാൽ എന്താ? തിന്നാൻ വരുന്നവനെ തീറ്റിയാക്കി തരിക. നമുക്ക് ഭക്ഷണം തരേണ്ടതിന് ഒരുത്തനെ നമ്മളെ തിന്നാൻ നമ്മൾ അടുത്തോട്ട് വിട്ടു. നമ്മളത് തേടി പോകണ്ട, അവനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവനെ നമ്മുടെ തീറ്റയാക്കി തരിക. ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാണ്. ഭോക്താവിൽ നിന്ന് ഭോജനം. തിന്നാൻ വരുന്നത് ഇപ്പൊ നമ്മളെ തിന്നാനെന്ന് കണ്ട് പാഞ്ഞു വന്നപ്പം ദൈവം അത് എന്തിനാക്കി തീർത്തു? നമുക്ക് തീറ്റ കിട്ടാനുള്ള ഉപാധിയാക്കി തീർക്കും. ഇതാണ്, മനസ്സിലായോ? ദുഷ്ടന്റെ കാര്യപരിപാടിയിൽ അത് നമ്മുടെ നന്മയ്ക്കാക്കി ദൈവം ചെയ്യുന്നത്. സ്തോത്രം. ഭോക്താവിനെ നമുക്ക് ഭോജനമാക്കി തരിക. അതാണ് സഭയുടെ വിശുദ്ധീകരണത്തിൽ, സഭയുടെ രൂപീകരണത്തിൽ പിശാചിനെയും ദൈവം തൻ്റെ സ്തോത്രം കൈകളിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കും. കൊടുക്കുക, അവൻ അന്താളിക്കും, പാടാ, അവൻ ലജ്ജിക്കുക, എപ്പോഴും അവൻ ലജ്ജിക്കേണ്ടി വരിക. കാര്യം അവൻ തിന്മയ്ക്കായി ചെയ്തുകൊണ്ട് വരുന്നത് ദൈവം അത് എന്തിനാക്കി? നന്മയ്ക്കാക്കി കഴിയുമ്പോൾ സ്തോത്രം അവൻ ലജ്ജിക്കേണ്ടി വരിക. In all these, the master plan of God, the omniscience, which is designed in the omniscience of God, wins. സ്തോത്രം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഇതാണ് നാം ദൈവവചനത്തിൽ കാണുന്നത്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. അപ്പോൾ ക്രൂശീകരണത്തിന് ശേഷം സഭയുടെ രൂപീകരണം നമ്മൾ കണ്ടല്ലോ. സഭയെ ശുദ്ധീകരിക്കേണ്ടതിന്, വിശുദ്ധീകരിക്കേണ്ടതിന്, സഭയെ കർത്താവിനായി ഒരുക്കേണ്ടതിന് ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെ സഭയുടെ രൂപീകരണത്തിൽ, കർത്താവിന് വേണ്ടി, മണവാളിന് വേണ്ടി സഭ ഒരുങ്ങുന്നതിൽ, സ്തോത്രം, അവസാനത്തെ ജക്രിയും ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ സ്തോത്രം കാഹളം ധ്വനിക്കും. സ്തോത്രം. കാഹളം ധ്വനിക്കും. സഭയെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തുകൊള്ളും. സ്തോത്രം. ആകാശങ്ങളിലേക്ക് ചേർക്കപ്പെടുകയാണ് സഭ. അതോടെ ദൈവത്തിന് നിത്യമായ കാര്യപരിപാടിയുടെ പൂർത്തീകരണമാകുകയാണ്. അതുവരെ കേൾക്കണേ, അതുവരെ നാം പൂർണ്ണത പ്രാപിക്കുന്നില്ല. അതുവരെ നമ്മുടെ മരണം വരെയോ കർത്താവിന്റെ വരവ് വരെയോ നമ്മൾ വിശുദ്ധിയിൽ തുടർന്നുകൊണ്ടിരിക്കുക. കേൾക്കണേ, വിശുദ്ധിയിൽ തുടർന്നുകൊണ്ടിരിക്കുക. അതിനാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം എന്നുള്ളതിന് 3 ആയി തിരിച്ചു പഠിപ്പിക്കാറുണ്ട്. ഒന്ന് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ആ ചുവട്. സ്തോത്രം. അതിനെക്കുറിച്ച് ഒരാൾ ഉദാഹരണം പറഞ്ഞത് കല്യാണം കഴിക്കുന്ന പോലെയാ. കല്യാണം കഴിക്കുന്നതുകൊണ്ട് ആ ചടങ്ങ് കൊണ്ട് കാര്യം തീർന്നില്ല. തീർന്നോ? തുടർന്നുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കമാണത്. സ്തോത്രം. ഇതുപോലെ ആ ചുവട്, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. വി ഗിവ് ourselves over as a people, holy, sanctified, separated, committed, submitted, yielded for God exclusively. പൂർണ്ണമായും ദൈവത്തിനായി മാത്രം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട, സ്തോത്രം, വിശുദ്ധ സമൂഹമായി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അത് വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്യുകയാണ്. അവിടെ മുതൽ തുടരുകയാണ്. അത് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. വിശുദ്ധിയിൽ തുടർന്നുകൊണ്ടിരിക്കുക, വിശുദ്ധിയിൽ വളരുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ലോകത്തിൽ നിന്ന് വേർപെട്ട് 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 കർത്താവിനായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവഹിതം ഓരോ ദിവസവും തിരിച്ചറിയുന്തോറും നമ്മൾ അതിനോട് താദാത്മ്യവൽക്കരിക്കപ്പെടുകയാണ്. വി കൺഫോം ourselves to the will of God
As and when we come to know the details of the will of God from His word, തൻ്റെ തിരുവെഴുത്തിൽ നിന്ന് ദൈവത്തിൻ്റെ തിരുഹിതം അറിയുന്തോറും നമ്മൾ അതിനോട് കൺഫോം ചെയ്യുകയാണ്, അതിനോട് താദാത്മ്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ആ വളർച്ചയുടെ പടി, വിശുദ്ധിയിൽ തുടരുന്നതിൻ്റെ പടി, ലോകത്തിൽ നിന്ന് വേർപെടുന്നതിൻ്റെ പടി, സ്തോത്രം, ജീവകാലം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് തികഞ്ഞു എന്നുള്ളൊരു ചിന്തയെങ്ങാണം വന്നുപോയെങ്കിൽ അത് പരാജയത്തിന്റെ തുടക്കമാണ്. മറക്കല്ലേ. സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനൊരു ഉദാഹരണം പറയാം. അറിയാമല്ലോ, മൗണ്ടനിയറിങ് അറിയാമല്ലോ. താഴെ ഇരുന്നുകൊണ്ട് വലിയ ഹുക്കൊക്കെ എറിഞ്ഞു മുകളിലെ പാറയിൽ പിടിപ്പിച്ചു. ഒരാൾ അള്ളിപ്പിടിച്ച് കയറി അതവിടെ അടിച്ചു താത്തിച്ച് താഴെയുള്ള ടീമെല്ലാം കൂടി ആ കെട്ടി ഞാത്തിയ ചങ്ങലയിൽ വടത്തിൽ പിടിച്ച് വലിഞ്ഞ് കയറുക. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, അതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് പിടി വിട്ട് കളയുന്നത് പോലെയാ. കയറി എന്നും പറഞ്ഞ് പിടി അങ്ങോട്ട് വിട്ടാൽ എന്തോ ഒരു ഗതികേടാ. ഇതുപോലെ കർത്താവിലുള്ള ആശ്രയബോധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാനത് തികഞ്ഞു എന്ന ചിന്ത ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. വിശപ്പില്ലായ്മയാണ് ഏറ്റവും വലിയ രോഗം. എനിക്കൊന്നും അറിയാനില്ല, പഠിക്കാനില്ല എന്ന ചിന്ത നമ്മളിൽ ആർക്കെങ്കിലും വന്നെങ്കിൽ അത് പരാജയത്തിന്റെ ആരംഭമാണ്. സ്തോത്രം. നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പൗലോസ് ലീഹ പറയുന്ന ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം മുതൽ. അവന്റെ കഷ്ടാനുഭവമുള്ള കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിലയെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. വായിച്ചു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. വായിച്ചോളൂ. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അതും പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് എനിക്ക് അതും അല്ല. അപ്പ എന്റെ സാറേ തെറ്റിച്ചു. വായിച്ചു. അപ്പൊ എനിക്കും അത് വായിച്ചു പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. വായിച്ചോ. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. പലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നോക്കണേ, അത് കണ്ടോ. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ തികഞ്ഞു എന്നുള്ളതിന്റെ അടയാളം ഒന്നും ആയില്ലെന്നുള്ള ബോധ്യമാണ്. മനസ്സിലായില്ലേ? ഒന്നും അറിയാൻ മേലെന്ന് ബോധം വന്നാൽ ഏതാണ്ടൊന്നും അറിയാമെന്ന്. Did you get me? ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സ്തോത്രം. ഒന്ന് ഞാൻ ചെയ്യും, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞും കൊണ്ട് ഓടുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. സ്തോത്രം. അതുകൊണ്ട് ഒരു മത്സര ഓട്ടമാണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുകയാണ്, ഓഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അത് പ്രോഗ്രസീവ്. സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ മരണം വരെയോ കർത്താവിന്റെ ആകാശ പ്രത്യക്ഷത വരെയോ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടിൽ ഏത് ആദ്യം വരുന്നോ? സ്തോത്രം. whichever is earlier, till that point we continue. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴും രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കുന്നില്ല. അതാണ് പഴയ ഭക്തന്മാർ ആ രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. അവർ വന്ന് കയറി നിൽക്കുക. ഒരു റിലേ റേസിൽ ഓടുന്നവർ ആദ്യത്തവൻ ഓടി റെക്കോർഡ് ടൈമിൽ അവൻ ഫിനിഷ് ചെയ്തു. സ്തോത്രം. രണ്ടാമത്തവൻ, മൂന്നാമത്തവൻ, ഈ വന്നവരെല്ലാം ഇങ്ങനെ നിൽക്കുക. നോക്കണേ, അവർ വന്ന് നിന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ ഇങ്ങനെ ഉത്സാഹിപ്പിക്കുക. അവരുടെ റേസിലുള്ളവരെ, അവരുടെ ടീമിലുള്ളവരെ ഉത്സാഹിപ്പിക്കുക. സ്തോത്രം. കേൾക്കണേ, ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെയാ സമ്മാനം മേടിക്കുന്നത് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞിട്ടാ. മനസ്സിലായില്ലേ? സ്തോത്രം. ഇതുപോലെ
രക്ഷാപൂർത്തി ഒരുമിച്ചാണ് പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ, പൂർണ്ണമായും വിശുദ്ധീകരണത്തിന്റെ ആ പൂർണ്ണത, ആ തികവ്, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിങ്കൽ നാം എല്ലാവരും ഒരുമിച്ച് പ്രാപിക്കുകയാണ്. സ്തോത്രം. അതുവരെയും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുക. സ്തോത്രം. ചിലരൊക്കെ ഈ വിക്ടോറിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ള സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. അറിയാമല്ലോ, വിജയകരമായ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. വാച്ച്മാൻ എന്ന പ്രസിദ്ധനായ ദേവദാസൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, നോർമൽ ക്രിസ്ത്യൻ ലൈഫ്. നോർമലായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ്. മലയാളത്തിൽ അത് തർജ്ജമ ചെയ്ത ആളുകൾ അതിനെന്താ തലക്കെട്ട് കൊടുത്തതെന്ന് അറിയാമോ? വിജയകരമായ ക്രിസ്ത്യ ജീവിതം. എഴുത്തുകാരൻ എന്താ എഴുതിയത്? നോർമൽ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെയുള്ള ഒരാളാണ് ആര്? നോർമൽ, ആവറേജ് സ്റ്റുഡന്റ്. പക്ഷെ തർജ്ജമ ചെയ്ത ആൾ അതിന് ഇട്ട പേര് വിജയകരമായ ക്രിസ്ത്യൻ ജീവിതം. വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, കേട്ടെ, ജയിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്ത് ചെന്നിട്ടല്ലേ തീരുമാനിക്കാനൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്റെ ആശയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. വിജയിച്ചു എന്ന് പറയണമെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് പറയണം, വേണ്ടേ? വിജയിക്കണമെങ്കിൽ ലക്ഷ്യം എന്താണെന്നുള്ള ഡെഫിനിറ്റ് ആക്കണം. എന്താ ലക്ഷ്യം? കർത്താവിന്റെ മണവാട്ടിയായി നിത്യജീവൻ ലോഹരിക്കാരാകുക എന്നുള്ളതാണ് ലക്ഷ്യം. സ്തോത്രം. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത്. അതുവരെയും ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോരുത്തർ. ഈ റിലേ റേസിലെ ഓരോരുത്തരും ബാറ്റൺ കൈമാറിക്കൊണ്ടിരിക്കുക. അവന്റെ കോഴ്സ് കഴിഞ്ഞു, അവൻ മാറി അവിടെ നിൽക്കുക. സ്തോത്രം. നോക്കണേ, സാക്ഷികളുടെ സമൂഹം ചുറ്റും നിൽക്കുമ്പോൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് വെച്ച് നമ്മളാരും വിചാരിക്കരുത് അങ്ങ് മേളിൽ പോയി ഇരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം അവിടെ നിന്നുകൊണ്ട് നമ്മളെ ഇങ്ങനെ ചീറപ്പ് എന്ന് പറയും. നോ, അങ്ങനെ പറയാം. അവരെ വിശ്രമത്തില. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ 12-ാമത്തെ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്നത്. അവരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവരവിടെ വിശ്രമത്തിലാണ് കേട്ടോ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവര് ഇവിടെ എല്ലാം കറങ്ങി നിൽക്കുന്നു എന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തൊട്ടുമേളിൽ ആ ലിസ്റ്റ് പറഞ്ഞത് മാത്രമേ അവിടെ സൂചിപ്പിക്കുന്നു. ഇത്രയും പേര് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അവരെല്ലാം നിൽക്കുന്നെന്നേ അതിന്റെ അർത്ഥമുള്ളൂ. അല്ലാതെ മരിച്ചുപോയ വിശുദ്ധന്മാരെല്ലാം സഭയ്ക്കകത്തുണ്ടെന്ന് ചില സാധുക്കളായ നിഷ്കളങ്ക ഹൃദയരായ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. അവരാരും സഭയ്ക്കകത്തെങ്ങും നിൽക്കുന്നില്ല. സ്തോത്രം. അവരെല്ലാം വിശ്രമത്തിലാണ്. പറുദീസായോളം നീ ഇന്ന് എന്നോടുകൂടെ ഒരു പറുദീസായിൽ വിശ്രമിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അവരുടെ ജീവചരിത്രം, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം, അവരെ ഓർക്കണം. ഇപ്പം ഭക്തന്മാർ പൗലോസിന്റെ ജീവിതമൊക്കെ നമ്മൾ ഓർത്ത് നമ്മൾ അവരുടെ വിശ്വാസം അനുകരിക്കാം. സ്തോത്രം. അതിൽ കൂടുതലൊന്നും കഴിഞ്ഞുപോയ വിശുദ്ധന്മാരെ കുറിച്ച് നമുക്ക് ഒരു ബന്ധവും ഉണ്ടായിരിക്കാൻ പുസ്തകത്തിൽ വ്യവസ്ഥയില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് പുസ്തകവുമായി ചേരുന്ന കാര്യവും അല്ല. സ്തോത്രം. കേട്ടെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ സ്തോത്രം ചേർക്കപ്പെടും. അങ്ങനെ ചേർക്കപ്പെടുമ്പോഴാണ് രക്ഷാപൂർത്തി പ്രാപിക്കുന്നത്. നമ്മൾ ഓർത്തതാണല്ലോ തേജസ്കരണം എന്നാണ് അതിന് പറയുന്നത്. തേജസ്കരണം, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. അല്പം കാര്യം കൂടി പറയാം. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, അവൻ വീണ്ടും ജനനം പ്രാപിക്കണം. അവന്റെ ആത്മാവ് ചൈതന്യപ്പെടുകയാണ്. അവന്റെ ആത്മാവ് ചൈതന്യപ്പെടുകയും അവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് അവിടെ സാധിക്കുകയുമാണ്. സ്തോത്രം. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് വീണ്ടെടുക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞ് വിശുദ്ധീകരണത്തിൽ തുടരുമ്പോൾ, അത് രക്ഷയുടെ ഒന്നാം ഘട്ടമാണ്. ഏതാ? ആത്മാവിന്റെ വീണ്ടെടുപ്പ് രക്ഷയുടെ ഒന്നാം ഘട്ടം. പിന്നെ വിശുദ്ധീകരണത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ദേഹിയുടെ വീണ്ടെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദേഹിയുടെ വീണ്ടെടുപ്പ്. സ്തോത്രം. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അത് രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടം. സ്തോത്രം. ഒടുവിൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ തേജസ്കരണം വരുമ്പോഴാണ് സ്തോത്രം ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിച്ചു ചാട്ട. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അതാണ് രക്ഷ
പൂർത്തി. അത് ഇതുവരെയും ആരും പ്രാപിച്ചില്ല. നമ്മൾ ഒരുമിച്ചാണ് പ്രാപിക്കുന്നത്. അപ്പോൾ അനാദിയിലെ ദൈവനിർണയം നിറവേറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അതാണ് അനാദിയിലെ ദൈവനിർണയം. സ്തോത്രം. തന്റെ മണവാട്ടി തന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ കാര്യപരിപാടി സ്തോത്രം അവിടെ നിവർത്തിക്കപ്പെടുകയാണ്. ഇത് തന്നെ പിന്നെയും ഒരു വാക്യം കൊണ്ടൊന്ന് വായിച്ചുതരാം. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 Timothy chapter 1 verse സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ ഇഷ്ടമായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. കേട്ടോ? അത് മേള് മുതൽ വായിച്ചാൽ കൂടുതൽ മനസ്സിലാകും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനും, അത് കേട്ടോ, ആ വാക്യം കേട്ടോ, സകല കാലത്തിനും മുമ്പേ. കാലം എന്നുള്ളത് തുടങ്ങുന്നതിന് മുമ്പ്, ആദിക്കും മുമ്പ്. നമ്മൾ വായിച്ച വാക്യങ്ങളുടെ വേറെ ഒരു വാക്യം കൂടി ഞാൻ ഒരു സപ്പോർട്ടീവായിട്ട് കാണിച്ചിരിക്കുകയാണ്. സകല കാലത്തിനും മുമ്പ് എന്ന് പറഞ്ഞ കാലം എന്നത് തുടങ്ങുന്നതിന് മുമ്പ്. കാലം എന്നത് തുടങ്ങുന്നത് എവിടെയാണ്? ആദിയിൽ. മനസ്സിലായല്ലോ? ആ ആദിക്കും മുമ്പ്, സകലകാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയം, അനാദി നിർണയം, സകലകാലത്തിനും മുമ്പേ നിർണയിച്ച നിർണയം, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്ന നിർണയം. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ട്. സൃഷ്ടിപ്പിലെല്ലാം അർത്ഥമുണ്ട്. ഇതിലെല്ലാം അർത്ഥമുണ്ട്. ഇതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം, സ്തോത്രം, ജീവനും അക്ഷയതയും. ഹല്ലേലൂയ. നമ്മുടെ പൂർണ്ണമായ വീണ്ടെടുപ്പ്, പുത്രത്വത്തിന്റെ പദവി, മണവാട്ടി എന്നുള്ള പദവി. ഹല്ലേലൂയ. ശരീരത്തിന് വീണ്ടെടുപ്പായ പുത്രത്വം. അതാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കും. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അടുത്ത വാക്യം കൂടെ കൂട്ടത്തിലൊന്ന് പറഞ്ഞേക്കാം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിക്കും. സ്തോത്രം. ആ പ്രത്യാശയുള്ളവർ, അതാണ് തേജസ്കരണത്തിന് പ്രത്യാശയുള്ളവർ. അവൻ എങ്ങനൊക്കെ നിർമ്മലനാണോ അങ്ങനൊക്കെ നിർമ്മലന്മാരാകും. അത് തന്നെയാണ് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പത്രോസ് 2-ാം ലേഖനത്തിൽ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് തികഞ്ഞു എന്നോ മതിയെന്നോ ഇങ്ങനൊക്കെ മതിയെന്നോ ദയവായി നമ്മളാരും ചിന്തിക്കരുത്. അങ്ങനെ സഭ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ എന്തൊരു സന്തോഷമാണ്. സ്തോത്രം. നമ്മുടെ ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കൊക്കെ പാടും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാനതൂന ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ, സ്തോത്രം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശം. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ആത്യന്തികമായുള്ള ഫലം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. സ്തോത്രം. എത്രയോ സന്തോഷം, അവർണ്ണനീയമോ ആനന്ദമാണ്. സ്തോത്രം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പഴയ നമ്മുടെ പാഠപുസ്തകം എടുത്ത് പഴയ പാടലൊക്കെ ഇടയ്ക്ക് എടുത്ത് പാടണം. സ്തോത്രം. അതിനകത്ത് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു യോഗത്തെ സംബന്ധിച്ചപ്പോൾ അവിടെ ഒരു പാട്ട് പാടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ശാലോമിയേ വരി എൻ്റെ പ്രിയേ ചേലഴും സ്വർലോക സുന്ദരി, എന്തോ ഒരു നല്ല മനോഹരമായ പാട്ടാണ്. കാന്തൻ തൻ്റെ കാന്തയെ, സ്തോത്രം, സന്നിധിയിലേക്ക് ചേർക്കുന്ന അനുഗ്രഹീതമായ ചിത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മണവാളന് വേണ്ടി ഒരു മണവാട്ടി എങ്ങനെ ഒരുങ്ങുന്നുവോ അതുപോലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണം എസ്തറിന്റെ പുസ്തകത്തിലുള്ള ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. സ്തോത്രം.
അങ്ങനെ അവിടെ ചെന്ന് സാഭ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ഇനിയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ തേജസ്കരണം, പൂർത്തീകരണം. അപ്പോൾ നമുക്കൊരു കാര്യം അവിടെ മനസ്സിലാകും, നമ്മുടെ അധ്വാനവും പ്രയത്നവും കൊണ്ടൊന്നുമല്ല, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിൻ്റെ കരുണ കൊണ്ടാണ് നാം അവിടെ എത്തിയത്. മനസ്സിലായില്ലേ? മണവാളന് യോജിച്ച മണവാട്ടി ആയിരിക്കുന്നത് എങ്ങനെയാ? കർത്താവിൻ്റെ കരുണ കൊണ്ടാ. ഹല്ലേലൂയ. വ്യക്തമായോ ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. നമ്മൾ ഒന്നും കൊണ്ടല്ല, അതാണ് കൃപ. നിത്യത മുഴുവൻ നമുക്കൊരു വാക്ക് പറയാൻ കാണും, കൃപയാണ്, കൃപയാണ്, കൃപയാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലുമുള്ള ഞങ്ങളെ നിനക്കായി വിലയ്ക്കുക. സ്തോത്രം. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. ഞങ്ങളുടെ ഒരു കഴിവും കൊണ്ടല്ല, സ്തോത്രം. പ്രാപിച്ചെടുക്കണമെന്നും നേടിയെടുക്കണമെന്നും ഒക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാ. സ്തോത്രം. നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇത് ദൈവവചനം നമ്മളോട് പഠിപ്പിക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ പലപ്പോഴും ഭൗമികമായ നേട്ടങ്ങൾ പിടിച്ചു പറിക്കാനുള്ള ഉപാധിയായിട്ട് ആത്മീയതയെ തരം താഴ്ത്തി കാണുന്നതിൽ വലിയ സങ്കടം തോന്നുന്നു. ഭൗമികതയിലേക്ക് വട്ടം ചുറ്റി നിൽക്കുന്ന ഒരു ചിന്താമണ്ഡലമാകാൻ പാടില്ല. ആത്മീയതയെ ഭൗമിക കാര്യസാധ്യത്തിനുള്ള ഉപാധിയായി തരം താഴ്ത്തി കാണിക്കാൻ പാടില്ല. ദൈവത്തിന് അതിൽ പ്രസാദമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുവരെ നമ്മളിവിടെ ഈ ഭൂമിയിൽ നമ്മൾ അന്യരും, അത് ഓർത്തോണം കേട്ടോ, അന്യരും പരദേശികളുമാണ്. നമ്മൾ ഈ നാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അറിയാൻ കഴിയുമല്ലോ. ഈ ഗേറ്റിൻ്റെ പുറത്തോട്ട് പോകണമെങ്കിൽ ഞാൻ പാസ്പോർട്ടിൻ്റെയും വിസയുടെയും കോപ്പി എടുത്ത് കീശ വെക്കും. നിങ്ങളാര് പോയാലും പത്താക്കായോ ഇല്ലേ, എല്ലാവരുടെയും കൈ കാണുകയല്ലേ, സംതിങ്, എന്തെങ്കിലും നിങ്ങൾ ആരാണെന്നുള്ളത്. കാര്യം നമ്മളിവിടെ ആരാ? നാട്ടിൽ നടക്കുമ്പോൾ പാസ്പോർട്ടും കൊണ്ട് നടക്കണോ? അത് നമ്മുടെ നാടാ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ ഓർമ്മയുണ്ടായിരിക്കും. നമുക്കിവിടെ നീതി നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളൊക്കെ വരും. സ്തോത്രം. നമ്മളിവിടെ ആരാണ്? അന്യരും പരദേശികളും. അത് കഴിയുമ്പോൾ, സ്തോത്രം, അങ്ങനെ കർത്താവിൽ ചേർക്കപ്പെട്ട വലിയ സന്തോഷം. നിങ്ങൾ ആ രംഗം ഒന്ന് ഓർത്ത് നോക്കിക്കേ. സമയം പോവും, ഞാനതുകൊണ്ട് അവിടെ വിശദീകരിക്കുന്നില്ല. അത് കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ വെളിപ്പെടും. ക്രിസ്തുവിന്റെ ബേമായുടെ മുമ്പാകെ വെളിപ്പെട്ട് പ്രവർത്തികളെല്ലാം അവിടെ പരിശോധിക്കും. 2 കൊരിന്തി 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 Corinthians chapter 5 verse 10. വേഗം ഒന്ന് വായിച്ചേക്കണേ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. ക്രിസ്തുവിന്റെ ന്യായാസനം. സ്തോത്രം. മൂലകൃതിയിൽ ക്രിസ്തുവിന്റെ ബേമായെന്നാണ്. ക്രിസ്തുവിന്റെ ബേമായുടെ മുമ്പാകെ നമ്മളെല്ലാവരും വെളിപ്പെടണം. രക്ഷിക്കപ്പെട്ട മുഴുവൻ പേരും. നമ്മളെ അവിടെ കൊണ്ട് നിർത്തുന്നത് എന്തിനാണെന്നറിയാമോ? മണവാട്ടി അവിടെ കൊണ്ട് ന്യായാസനം മുമ്പ് നിർത്തുന്നത് ശിക്ഷിക്കാനല്ല, പ്രവൃത്തി വിലയിരുത്തി പ്രതിഫലം തരാനാ. 2 തരം ജഡ്ജിമാരുണ്ട്. ഇവിടുത്തെ കറുത്ത കോട്ടിട്ട നീതിന്യായ കോടതിയിലെ ജഡ്ജിമാര്, അവര് ആരോപിക്കപ്പെട്ട കുറ്റത്തിന്റെ ഗൗരവം വിലയിരുത്തി നിയമത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ ശിക്ഷ കൊടുക്കാതിരിക്കുക. എന്നാൽ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ, മത്സരങ്ങൾ, കലോത്സവങ്ങൾ, മത്സരങ്ങൾ, അവിടെയും ജഡ്ജിമാരുണ്ട്. അവരെന്തുവാ ചെയ്യുന്നത്? പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് റിവാർഡ് കൊടുക്കാൻ. വ്യക്തമായില്ലേ? സ്തോത്രം. ലളിതഗാനം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഇന്റർ കോളേജിയേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ, അതിനകത്ത് ലളിത സംഗീതം, ജഡ്ജിമാരിയ്ക്കുക, അതിന്റെ ഓരോ ഐറ്റമും വിലയിരുത്തി അതിനനുസരിച്ചുള്ള സമ്മാനം കൊടുക്കാൻ. അങ്ങനെയുള്ള ഒരു സിംഹാസനത്തിലാണ് കർത്താവ് ഇവിടെ ഇരിക്കുന്നത്. ബേമ, പ്രതിഫലം തരാനിരിക്കുക. നമ്മുടെ മുഴുവൻ പ്രവർത്തികളും വിലയിരുത്തും. ഓരോരുത്തരും അവന്റെ തിരുസന്നിധിയിൽ ചെന്ന് നമ്മുടെ പ്രവർത്തികളെല്ലാം വിലയിരുത്തപ്പെടും. ആ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നാണ്, സ്തോത്രം, 1 കൊരിന്തി 3-ാമത്തെ അധ്യായത്തിൽ
നമ്മൾ കാണുന്നു. വേഗം വായിച്ചാട്ട് അതിന്റെ 13-ാമത്തെ വാക്യം, അല്ലെ 12 മുതൽ വായിച്ചാട്ട്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. കേട്ടോ, നോക്കണേ. അതായത് നമ്മൾ അവിടെ കണ്ടാൽ ഇറ്റ് അപ്പിയേഴ്സ് as if a person together with all his works will be bundled up and thrown into a blazing furnace, and he is fighting inside there somehow to crawl himself out. അങ്ങനെ ഒരു ചിത്രമല്ലേ ഇവിടെ കാണുന്നത്. ഒരുത്തനെ അവന്റെ പ്രവൃത്തിയെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടിയെടുത്ത് തീക്കകത്തോട് എറിയുന്നു. ഇതാണ് ബേമാനി ആയാസനത്തിലെ ന്യായവിധി. ഇതിനാണ് അഗ്നി സ്നാനം എന്ന് പറയുന്നത്. തീ കൊണ്ടുള്ള സ്നാനം. മനസ്സിലാവുന്നുണ്ടോ? അല്ല പരിശുദ്ധാത്മാവ് വരുമ്പം പൊള്ളുമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ഇടയ്ക്കുണ്ടായി. ഏതായാലും അതും കെട്ടടങ്ങി. സ്തോത്രം. പ്രിയപ്പെട്ടവര്, തീ ദൈവവചനമാണ്. അതായത് നമ്മുടെ പ്രവൃത്തി മുഴുവൻ തീ കൊണ്ട് ശോധന കഴിക്കും. മുഴുവനും തീ കൊണ്ട് ശോധന കഴിക്കും. ഇരമ്യ 23-29 വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. ജെറിമായ chapter 23 verse 29. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ ഉണ്ടോ? അരുളപ്പാട്. വചനം തീയാണ്. വചനം എന്താണ്? തീയാണ്. എന്റെ വചനം തീയാണ്. അപ്പോൾ തീ കൊണ്ട് ശോധന കഴിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വചനം കൊണ്ട് ശോധന കഴിക്കും. സ്തോത്രം. നമ്മുടെ പ്രവൃത്തി മുഴുവൻ വചനം കൊണ്ട്. ആദ്യം ചെല്ലുമ്പോൾ വലിയ സന്തോഷത്തിൽ എന്ത് പ്രാപിക്കും? തേജസ്, കർത്താവിനെ പോലുള്ള തേജസ്സൊക്കെ അങ്ങ് പ്രാപിക്കും. അത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പ്രതിഫലങ്ങൾക്ക് വേണ്ടി സ്തോത്രം തീ കൊണ്ട് ശോധന കഴിക്കും. വചനം കൊണ്ട് ശോധന കഴിക്കും. വചനം കൊണ്ട് ശോധന കഴിക്കാന്ന് പറഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കി തരാം. ഇപ്പം ഞാനൊരു സുവിശേഷകനാണ്. കൃപയാൽ കഴിഞ്ഞ 26 വർഷമായി ഞാൻ പൂർണ്ണസമയം സുവിശേഷ പ്രവർത്തനങ്ങളിലാണ്. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ഭൗമികമായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അതൊക്കെ വെറും ഒരു പാർട്ട് ടൈമായി ഉപജീവനത്തിന് വേണ്ടി കുറച്ച് കാലം ഇടയ്ക്കൊക്കെ ചില ഒരു റെസ്റ്റിനുള്ള സമയം പോലെ ചെയ്തതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ ഇത്രയും വർഷങ്ങൾ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ദൂതൻ പറഞ്ഞു, കർത്താവ് ഇതാ തോമസ് വന്നു, പ്രസംഗിയായിരുന്നു. ശരി, അവൻ്റെ എല്ലാം ശോധന ചെയ്യാൻ പറയും. ശോധന ചെയ്യാൻ പറയുമ്പം പ്രസംഗിയെ ശോധന ചെയ്യാൻ ഈ തീക്കകത്തൊരു ഭാഗമുണ്ട്. വായിച്ചേക്കണേ. 1 പത്രോസ് 4:11. വേഗം വായിക്കേ. മതിയല്ലോ. പ്രസംഗിക്കുന്നവൻ എങ്ങനെ പ്രസംഗിക്കണം? ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ. എൻ്റെ കച്ചുത്തൂറ് പോലെ ഇരക്കണക്കിന് പ്രസംഗം ഇങ്ങനെ കിടക്കുക. സ്തോത്രം. കിടക്കുമ്പോൾ ഈ തീനാളം, ഈ വചനവാദ തീക്കുണ്ടത്തിൽ നിന്ന് 1 പത്രോസ് 4:11 എന്നുള്ള തീനാളം ചോടി എൻ്റെ പ്രസംഗത്തിലോട്ട് പിടിക്കുമ്പോൾ അതിനു മുമ്പ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. സ്തോത്രം. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഞാൻ പ്രസംഗിച്ച് ദൈവത്തിന് അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെയാണോ? കേൾവിക്കാരെ രസിപ്പിക്കാനുള്ള ഉദ്ദേശത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? എനിക്കും നാക്കിന് നല്ല നീളമുള്ളവനാണ്, എനിക്കും ഇച്ചിരി വേദോസ്തമൊക്കെ അറിയാം എന്ന് വരുത്തി കൂട്ടാൻ, മനസ്സിലായോ? നിങ്ങളുടെ കയ്യടി മേടിക്കാൻ ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്കയ്യോ കഷ്ടം. ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഞാൻ പ്രസംഗിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ട്. അല്ലാത്തൊക്കെ ഞാൻ കത്തിപ്പോവും. എല്ലാത്തിനുമുണ്ട്. കൊടുക്കുന്നതിനുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. എല്ലാത്തിനുമുണ്ട്. അങ്ങനെ വചനം കൊണ്ട് നമ്മളെല്ലാവരെയും ശോധന കഴിക്കും. വചനം കൊണ്ട് ശോധന കഴിച്ചിട്ട് നമുക്ക് പ്രതിഫലങ്ങൾ തരും. സ്തോത്രം. എല്ലാവർക്കും പ്രതിഫലങ്ങൾ തരും. 5 വിധ കിരീടങ്ങളാണ് പ്രതിഫലം. കേട്ടെ, 5 വിധ കിരീടങ്ങൾ. സ്തോത്രം. കിരീടം എന്ന് പറയുമ്പോൾ 5 കിരീടവും ഒരാളിന് കിട്ടുന്നതെന്ന് സങ്കല്പിച്ചേ. നമ്മൾ കിരീടം എന്നുള്ളപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് രത്നം പതിപ്പിച്ച സ്വർണ്ണത്തൊപ്പി എന്ന, അല്ലേ? അപ്പൊ ഈ 5 കിരീടവും കൂടെ ഒരാളിന് കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എന്ത് ചെയ്യും? ഒരു ലോക്കറും ഒക്കെ കൂടെ കിട്ടണമായിരിക്കും, അല്ലേ? അത് ഇത് 5 കൂടെ വെച്ചോണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കുകയാണ്? അമ്മം കൂടെ നുള്ളൽ പോലൊക്കെ ഇരിക്കുകയല്ലേ?
നമുക്ക് എപ്പോഴും ഭൗമികമായിട്ട് ചിന്തിക്കാനേ കഴിയുന്നുള്ളത് കൊണ്ടാണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. സ്തോത്രം. അനാദി നിർണയം അതിന്റെ ശക്കലം കൂടെ ഒന്ന് വിശദീകരിച്ചു തരാനാ. സ്തോത്രം. കേൾക്കണേ. അവിടെ കിരീടം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേജസ്. തേജസ് മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. തേജസ്സിന്മേൽ തേജസ്. ഒരു കിരീടം എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തേജസ് എന്നെ അങ്ങ് ചുറ്റുക. രണ്ടാമത്തെ കിരീടം, രണ്ടാമത്തെ തേജോ പൂരം എന്നെ ചുറ്റുക. അതാണ് ഇതിലെടുത്ത് പറയുന്നു, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. പൗലോസ് പിന്നെയും പറയുന്നു, നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം. സ്തോത്രം. കഷ്ടങ്ങളുടെ കാര്യം പറയുമ്പം താഴോട്ടുള്ള സൂപ്പർലേറ്റീവ്സ് ഉപയോഗിച്ചു. നോടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. സ്തോത്രം. മറ്റേ ഭാഗം പറയുമ്പോൾ അവിടെയും സൂപ്പർലേറ്റീവ്സ് ഉപയോഗിക്കുന്നു. അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം. സ്തോത്രം. അതേ തേജസ്, ലെയർ അപ്പോൺ ലെയർ ഓഫ് ഡിവൈൻ ഗ്ലോറി. സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നാം തേജസ് പ്രാപിക്കും. ഓരോരുത്തരും തേജസ് പ്രാപിക്കും. ചിലർ സൂര്യനെ പോലെ, ചിലർ ചന്ദ്രനെ പോലെ, ചിലർ നക്ഷത്രങ്ങളെ പോലെ. സ്തോത്രം. തേജസ് പ്രാപിച്ചു കഴിയുമ്പോൾ ഒരു ശരീരത്തിലെ അവയവങ്ങളെ പോലെ ആകുകയാ. മാനം കൂടിയ അവയവമുണ്ട്, മാനം കുറഞ്ഞ അവയവമുണ്ട്. മനസ്സിലായില്ലേ? മാനം കൂടിയതായതുകൊണ്ടും സ്തോത്രം, മാനം കുറഞ്ഞ തോളെ കയറി ഇരിക്കുകയുമില്ല. സ്തോത്രം. ഓരോന്നിനും അതാതിൻ്റെ ഉപയോഗം. ഒരു ശരീരത്തിൽ അവയവങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ, മനസ്സിലായോ? ചേർക്കപ്പെട്ട ദൈവസഭയിലെ വിശുദ്ധന്മാരെല്ലാം ഒരുമിച്ച് ഏക ശരീരമായി രൂപപ്പെടുക. അപ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടിയവന് തലക്കനം കൂടുന്നുമില്ല, കുറച്ച് തേജസ് കിട്ടിയവന് സ്തോത്രം എന്താ തോന്നുന്നു, ലജ്ജ തോന്നുന്നുമില്ല. മനസ്സിലായോ? ഇവിടെ വന്നല്ലോ എന്നുള്ളതാ. കൃപയാൽ ഞാനിവിടെ എത്തി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു ശരീരമായി ആ കൂട്ടത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ചുണ്ട് കേട്ടോ. സ്തോത്രം. വിശദീകരണം ആവശ്യമാണെങ്കിൽ പറഞ്ഞുതരാം. പ്രിയ ദൈവമക്കളെ, രണ്ട് ഗ്രൂപ്പും ദൈവസഭയ്ക്കകത്തുണ്ട്. എബ്രായലേഖനം 11 അധ്യായത്തിൽ വരുമ്പോൾ ലിസ്റ്റ് പറയുന്ന കൂട്ടത്തിൽ ആരൊക്കെ കൂട്ടത്തിലാ പറഞ്ഞേക്കുന്നത്? ആബേൽ തുടങ്ങി ഇങ്ങ് വരെ പറഞ്ഞേക്കുക. അവര് മുൻനോക്കി വരുവാനിരുന്ന മശിഹായിൽ പ്രത്യാശ വെച്ചു. നമ്മൾ പിന്നോക്കി വന്ന മശിഹായിൽ പ്രത്യാശ വെക്കുന്നു. എല്ലാവർക്കും എവിടെയാ? സ്തോത്രം. ക്രിസ്തുവിലാണ് രക്ഷ. സ്തോത്രം. മോശയെ കുറിച്ച് പറയുമ്പോൾ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. സ്തോത്രം. പത്രോസ്ലീഹ പറയുന്നു, അവരുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ട കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചു. ഹല്ലേലൂയ. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ പിന്നെയും കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ന്യായപ്രമാണം നൽകിയിരുന്നപ്പോഴും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളിലല്ല, ഒരു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാം ചേർന്ന് ഒരു സഭ. അപ്പൊ അനാദിയിലെ നിർണയം എന്നുള്ളത് ശരിയാകുന്നത് ഇങ്ങനെയാ. സ്തോത്രം. അല്പം കൂടെ പറഞ്ഞു പോട്ടെ. അങ്ങനെ തേജസ് എല്ലാം പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോടുകൂടി, തേജോരൂപിയായ കർത്താവിനോടുകൂടി സകല ദൈവിക സദ്ഗുണങ്ങളും ദേഹരൂപമായി വസിക്കുന്ന കർത്താവിന്റെ മണവാട്ടി എന്ന നിലയിൽ സ്തോത്രം, അവന്റെ തിരുഹൃദയത്തിന്റെ താല്പര്യം പോലെ ജീവനേക്കാളേറെ അവിടുത്തെ സ്നേഹിക്കുന്ന, മനസ്സിലായോ? ജീവനേക്കാളേറെ അവിടുത്തെ സ്നേഹിക്കുന്ന കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട സ്തോത്രം തന്നെ മണവാട്ടിയോട് കൂടെ
സ്തോത്രം. മണവാളൻ ചേരുന്ന ആ സമയം. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ആ നിത്യത്തിലെ ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ പ്രധാന പദ്ധതി തീർന്നു. മനസ്സിലായോ? സ്തോത്രം. പിന്നെ ഇനി വായിച്ചോ 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 വായിച്ചോ. പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ വായിക്കാൻ. ചില ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ, കുറെ പേര് നിദ്ര കൊള്ളുന്നതിൽ കുറച്ച് പേര് ഉണരും എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രതിഫലം കുറച്ച് കിട്ടുന്ന ആർക്ക് നിത്യത മുഴുവൻ നാണംകേടോടുകൂടെ കഴിയുമെന്ന്. മനസ്സിലായോ? അയ്യോ, അങ്ങനെ ചിന്തിച്ച സ്വർഗത്തിൽ പിന്നെ അപകർഷതാബോധമുള്ള ഒരുത്തനുണ്ടെങ്കിൽ അവനായില്ലയോ അടുത്ത ലൂസിഫർ. If there is somebody in eternity who is gripped with an inferiority complex, മനസ്സിലായോ? He will become the next Lucifer. അവിടെ പറയുന്നത്, സ്തോത്രം, പ്രിയ ദൈവമക്കളെ, നീതിമാന്മാരുടെ കാര്യവും മറ്റവര് ദുഷ്ടന്മാരുടെ കാര്യമാണ്. പൊടിയിൽ നിദ്ര കൊള്ളുന്നതിൽ കുറച്ചു പേര് ജീവനായിട്ട്, മറ്റവര് നിന്ദയ്ക്കായി. സ്തോത്രം. അതാണ് യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ സകല ജഡത്തിനും അവർ അറപ്പായിരിക്കും. നരകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നവർ അറയ്ക്കപ്പെട്ടവരായി, നിന്ദയ്ക്കായി, ഒരിക്കലും ഓർമ്മിക്കപ്പെടാതെ, സ്തോത്രം, പിശാചിന്റെ ദൂതന നിലയിലേക്ക് തള്ളപ്പെട്ടവരായി പോകും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ, ഹല്ലേലൂയ, ഇവിടെ വെച്ച് തന്നെ അത് ആന്തരികമായി ആ ചിന്ത തുടങ്ങണം കേട്ടോ. സ്തോത്രം. നമ്മൾ ഒരു ശരീരമാണ്. ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ അടക്കപ്പെട്ടു, ക്രിസ്തുവിൽ ഉയർത്തു. ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിനായിട്ടാണ്. സ്തോത്രം. പഴയതിന് മരിച്ചു. എൻ്റെ ഒരു വ്യക്തി താല്പര്യവും വേണ്ട. ആ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. ഇത് നമ്മൾ സാധിക്കുന്നത് സ്നേഹത്താലാണ്. ഓർക്കണേ. സ്തോത്രം. നമ്മളെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതിനുശേഷം പിന്നെ ഈ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവം ഉപയോഗിച്ചവർക്കൊക്കെ നീതിയോടുള്ള പ്രതിഫലം കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. there is a settlement of accounts. കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം. ആ സെറ്റിൽ ചെയ്യാനായിട്ട് ഇസ്രായേലിനെ പ്രത്യേകം തെരഞ്ഞെടുത്തതല്ലേ? അവരെ പ്രത്യേകം പദവിയോടുകൂടും ഒക്കെ തെരഞ്ഞെടുത്ത അവരുടെ കാര്യം, അവരുടെ പിതാക്കന്മാരുടെ ഒരു വാഗ്ദത്തമൊക്കെ ഉണ്ട്, അതൊന്ന് നിറവേറ്റണം. സ്തോത്രം. ഭൂമിയെ ഒന്ന് ന്യായം വിധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെല്ലാമായിട്ട് കർത്താവ് സൃഷ്ടിയോടുള്ള ദൈവത്തിന് നീതിയുണ്ട്. ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടെങ്കിലും സ്വൈര്യമായി ഇത് അഴിയന്നാൾ ജീവിച്ചില്ല. സ്തോത്രം. അതാണ് റോമർ 8-ാം അധ്യായം 19 വായിക്കുമ്പോൾ സർവ്വസൃഷ്ടി ഇന്ന് വരെ ഞരങ്ങി ഈറ്റുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് സൃഷ്ടിയോടുള്ള നീതി നിവർത്തിക്കണം. 2, സ്തോത്രം, ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കണം. ദുഷ്ടന്മാരെ ശിക്ഷിക്കണം. സ്തോത്രം. പിന്നെ ന്യായവിധിക്ക് വേണ്ടി എല്ലാവരെയും ഒന്നുകൂടി ഒരുക്കുന്ന അവസാനത്തെ ചുവട്. സ്തോത്രം. അതിനായി കർത്താവ് തന്റെ സഭയും ചേർത്ത് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും. സ്തോത്രം. ഇതിനിടയിൽ നാം അവിടെ ബേമാട് മുമ്പിലൊക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ പീഡനകാലമാണ്, മഹാപീഡാകാലം. ഈ മഹാപീഡാകാലം സഭയ്ക്കുള്ളതല്ല, അത് ഇസ്രായേലിന്റെ ശുദ്ധീകരണത്തിനുള്ള സമയമാണ്. മനസ്സിലായോ? സ്തോത്രം. ഇസ്രായേലിന്റെ ശുദ്ധീകരണത്തിനുള്ള സമയമാണ്. വാക്യങ്ങൾ വേണമെന്ന് വായിച്ചാട്ടെ. സ്തോത്രം. സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം 2-ാം ഭാഗം വായിച്ചു. മൂന്നിന്റെ 9 2-ാം ഭാഗം. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കും. ഇനി 13-9 സെഖര്യ. കേട്ടോ, 1/3 ഒടുവിൽ കാണുകയുള്ളൂ ഇസ്രായേലിൽ. സ്തോത്രം. 1/3 മാത്രം. ഇനി മലാഖി 3:3. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നു പോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. സ്തോത്രം. അങ്ങനെ അവർ നീതി യഹോവയ്ക്ക് വഴിപാടാർപ്പിക്കും. കേട്ടോ, സ്തോത്രം. ശുദ്ധീകരിക്കും, തീയിൽ ശോധന കഴിക്കും. സ്തോത്രം. ഇത് യാക്കോബിന്റെ കഷ്ടകാലം. ഹല്ലേലൂയ. അവന് യാക്കോബ് പുത്രന്മാരെ വെള്ളി പോലെയും
പൊന്നുപോലെയും, ലേവ്യപുത്രന്മാരെ വെള്ളി പോലെയും പൊന്നുപോലെയും ശുദ്ധീകരിക്കും. പീഡനകാലം ഇസ്രായേലിനുള്ളതാണ്. സ്തോത്രം. സഭയ്ക്ക് അതിനകത്ത് പങ്കൊന്നും ഇല്ല. അതിനു മുമ്പേ സഭയെ അങ്ങോട്ട് കൊണ്ടുപോകും. സ്തോത്രം. അതാണ് യെശയ്യാവിന്റെ പുസ്തകം. എന്നിട്ട് വേഗം വായിച്ച 26-ാം അധ്യായം 20-21 വാക്യങ്ങളൊന്ന് വായിച്ചേര്. യെശയ്യാ 26-ന്റെ 20-21. കേട്ടോ, യഹോവ ഭൂവാസികളെ അവരെ അകൃത്യ നിമിത്തം സന്ദർശിക്കാൻ. സ്തോത്രം. ഇവിടെ ഒത്തിരി പേര് ചോദിക്കുന്നില്ലേ, നീതിയുടെ ദൈവം എവിടെ? നീതിമാനായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ നീതിമാൻ കഷ്ടപ്പെടുന്നു, ദുഷ്ടൻ ഇവിടെ വാഴുന്നു. നീതിയുടെ ദൈവം എവിടെ? നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? നമുക്ക് ചോദിക്കാൻ തോന്നും, നീതിയുടെ ദൈവം എവിടെയെന്ന്. ഇവിടെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ. സ്തോത്രം. അതിനുള്ള മറുപടിയാണ്, ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കട്ടെ. തന്റെ വാസസ്ഥലത്ത് നിന്ന് വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെ വെളിപ്പെടുത്തും. തന്നുള്ള ഹതന്മാരെ ഇനി മൂടിവെക്കും. അതിനു മുമ്പേ എന്റെ ജനമേ, ബാബാ ബാബാ, തറയിൽ കടന്ന് വാതിലടയ്ക്കും. ക്രോധം കടന്നുപോൾ ഒരു ഇത്തിരി നേരത്തേക്ക് അവിടെ അന്നാ നമ്മൾ അവിടെ. സ്തോത്രം. പ്രതിഫലങ്ങളൊക്കെ പ്രാപിക്കുക. സ്തോത്രം. പീഡനകാലത്തിൽ സഭയ്ക്ക് ഇവിടെ പങ്കൊന്നുമില്ല. മാത്രമല്ല, പീഡനകാലത്തിൽ ആരും മാനസാന്തരപ്പെടുന്നില്ല. കേട്ടോ, പീഡനകാലത്തിൽ ഒരു വ്യക്തിയും മാനസാന്തരപ്പെടുന്നില്ല. വാക്യങ്ങൾ പിന്നെ ഒന്ന് വായിച്ചിട്ട് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 20-21 വാക്യം. 9-20-21. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും മതിയാത്ത പൊന്നു, വെള്ളി, ചെമ്പ്, കല്ല്, മരഭൂമി കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. 16-9. മാനസാന്തരപ്പെട്ടില്ല. ഈ പീഡനം കൊണ്ട് മാനസാന്തരപ്പെടുന്നില്ല. മനുഷ്യർ അത്യുഷ്ടത്താൽ വെന്തുപോയി ഈ വാതകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തിൽ ദുഷ്ടത അല്ലാതെ അവൻ മാസം കൊടുക്കാൻ തക്കോണം മാനസാന്തരപ്പെട്ടില്ല. ഈ പീഡനകാലത്ത് കഷ്ടത കൊണ്ടൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല. പക്ഷെ ഇസ്രായേലിനെ ശുദ്ധീകരിക്കാനായി ദൈവം തരുന്നതാണ്. സ്തോത്രം. നമുക്കന്ന് ഇവിടെ ഒന്നുമില്ല. ഇന്ന് നമ്മുടെ കഷ്ടതയിലോ, അന്ന് പീഡനകാലത്തെ കഷ്ടത കൊണ്ട് ഞെളിവിരി കൊള്ളുക, ശപിക്കുക, പ്രാകുക. പക്ഷേ ഇന്നത്തെ നമ്മുടെ കഷ്ടത ആ കഷ്ടതയുമായി താരതമ്യപ്പെടുത്തരുത്. ക്രിസ്തീയ കഷ്ടത അതല്ല. ക്രിസ്തീയ കഷ്ടത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാണ്. അതൊരു പദവിയാണ്. അതൊരു പദവിയാണ്. ചില ആളുകൾ പറയാറുണ്ട്, സുഖലോലുപന്മാരായ സമൃദ്ധിയുടെ സുവിശേഷകന്മാർ കഷ്ടതയിൽ താല്പര്യമില്ലാത്തവർ സഭ കഷ്ടതയിലൂടെ കടന്നു പോകുകയില്ല എന്ന് പറഞ്ഞ് ഒരു സമൃദ്ധിയുടെ സുവിശേഷം ആളുകളോട് പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അയ്യോ, ഞങ്ങൾ സമൃദ്ധിയുടെ സുവിശേഷം അല്ല പറയുന്നത്. സ്തോത്രം. കഷ്ടതയുടെ ആ അനുഭവത്തിലൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ കഷ്ടത വേറെയാണ്. ഈ പീഡനകാലത്തെ കഷ്ടത വേറെയാണ്. ഭൂവാസികളെ അവിടെ ആകൃതി നമ്മൾ സന്ദർശിക്കുന്ന കഷ്ടതയാണ്. മനസ്സിലായില്ലേ? വായിച്ചില്ലേ ഇപ്പോൾ? സ്തോത്രം. ഇസ്രായേലിനെ ശുദ്ധീകരിക്കാനുള്ള കഷ്ടതയാണ്. അത് ഇസ്രായേലിന് വേണ്ടിയാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയാകുക. അതുകൊണ്ട് സന്തോഷിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വിശദീകരണത്തിന് ഞാൻ നിൽക്കുന്നില്ല. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞുതരാം. സ്തോത്രം. പ്രിയ മക്കളെ, അത് കഴിഞ്ഞു. പീഡനകാലത്തിന് ഒടുവിലേക്ക് ആകുമ്പോൾ കർത്താവും സഭയും കൂടി ഇങ്ങനെ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരിക. സ്തോത്രം. മിന്നൽ കിഴക്കുന്ന പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവാണ് എന്ന് പറഞ്ഞാൽ കിഴക്കാ യേശു വരുന്നത്. അതുകൊണ്ട് വിചാരിക്കരുത്. സ്തോത്രം. ആകാശത്തിന് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നുള്ളതേ ഉള്ള അർത്ഥം. വായിച്ചു. മത്തായി 24:27 വേഗം വായിക്കണം. ലൂക്കോസ് 17:24 വായിച്ചാണ്. ഇനി നോക്കണേ. കേട്ടോ, മത്തായി പറഞ്ഞു കിഴക്ക് മുതല് പടിഞ്ഞാറ് വരെ. ലൂക്കോസ് പറഞ്ഞു ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കല്ല. സ്തോത്രം. മത്തായി അതിന്റെ രണ്ട് സ്ഥലത്തിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ, രണ്ട് ദിക്കിന്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദിക്കോട് ദിക്കെല്ലാം മിന്നുന്നത് പോലെ. കിഴക്കൊന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം മുളങ്ങുന്ന പോലെ എന്ന് പറഞ്ഞാൽ, ആ മിന്നലൊന്ന് ഓർത്ത് നോക്കി. തൊട്ടടുത്ത് കൊല്ലാൻ മിന്നുന്ന ആ ഒരു അനുഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ പോയില്ലേ? എന്നാ വിളിച്ച അതുപോലെ കുറെ നേരം നിൽക്കുന്നു. ഓർത്ത് നോക്കിയേ.
1,000,000 വെൽഡിംഗ് മെഷീൻസ് ഒരുമിച്ച് വെച്ച് വെൽഡ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു സൂര്യൻ ഉദിച്ചാൽ ഭൂമിയുടെ ഒരു പകുതി പ്രകാശിക്കുമെങ്കിൽ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച ശോഭയോടെ കർത്താവും അതുപോലെ തേജസ് പ്രാപിച്ച ദൈവസഭയും കൂടി ആ തേജോ സമൂഹം ആകാശമണ്ഡലം താണ്ടി നക്ഷത്രമണ്ഡലം താണ്ടി വായുമണ്ഡലത്തിലൂടെ ഇറങ്ങി വരുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ തിളങ്ങി നിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അർദ്ധരാത്രിക്കോ പ്രകാശമാകും. സ്തോത്രം. ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് ആർക്കും പറയാനൊക്കെ, എല്ലാവരും കാണുകയാണ് വരുന്നത്. ഹല്ലേലൂയ. ദിക്കോടെ ദിക്ക്. സ്തോത്രം. അങ്ങനെ കർത്താവ് വരുമ്പോൾ നമുക്കറിയാമല്ലോ, യുദ്ധങ്ങളുണ്ടാകും. സ്തോത്രം. കർത്താവിനോട് എതിർക്കാനായ ആളുകൾ കൂടി എതിർ ക്രിസ്തുവിടെ ഭരിക്കുക. അതിനുള്ള ആ ഭരണ സംവിധാനത്തിലുള്ള ഒരുക്കമായിരുന്നു ഭൂമി നടക്കുന്നത് കേട്ടോ. സ്തോത്രം. ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം മാറി മറിയുക. സ്തോത്രം. രാജാക്കന്മാരെ എല്ലാം സിംഹാസനങ്ങൾ ഇറക്കി വിട്ടു ദൈവം. സ്തോത്രം. ഒരിക്കൽ പാസ്റ്റർ വി. എ. തോമസ് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞത്, മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. എത്ര സത്യമാ! ഇവിടുത്തെ ഏകാധിപതികൾ എവിടെ? ലോകം കണ്ടിട്ടുള്ള വലിയ ഭരണ തന്ത്രജ്ഞന്മാരെവിടെ? അവരെല്ലാം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. കാലത്തിന്റെ കടന്നുപോക്കിൽ അവരുടെ പേരെടുത്ത് പട്ടിക്കിട്ടു. കൈസർ, നെപ്പോളിയൻ. പിള്ളേർക്കാർക്കെങ്കിലും നമ്മൾ കൈസർ എന്ന് പേരിടുവോ? അയ്യോ, അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാലത്തിന്റെ കടന്നുപോക്കിൽ ലോകത്തെ വിറപ്പിച്ചിരുന്ന കൈസറന്മാർ, സ്തോത്രം, അവരുടെ പേരെടുത്ത് പറ്റിക്കിട്ടു. സ്തോത്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പേര് നിങ്ങളുടെ നായ്ക്കൊന്ന് ഇട്ടേ. എന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ദൈവം ഇതിൽ കൂടുതൽ മനുഷ്യനെ പരിഹസിക്കാനുണ്ടോ? അതാ ഇപ്പൊ സംഗീതക്കാരൻ, ദൈവം ചിരിക്കുന്നു, കർത്താവ് അവരെ. സ്തോത്രം. God so causes things. പ്രിയരെ, വലിയവനായ ദൈവത്തിന് മുമ്പിലാണ്, സ്തോത്രമായ ഏകാധിപതികളുടെ മുമ്പിൽ രാജകൽപ്പന കല്ലെ പിളർക്കുമെന്ന പോലെ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യാനുള്ള അധികാരത്തോടെ അറിവാണെങ്കിൽ അവരെ ഇന്ന് നായ്ക്കളെ പോലെ അവരുടെ പേര് അപമാനിക്കപ്പെടത്തക്ക പോലെ ആക്കി തീർത്ത സർവശക്തനായ ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നുള്ളത്. വല്ലപ്പോഴും ഒന്ന് ഓർക്കണേ, എപ്പോഴും ഓർത്തില്ലേലും. പ്രൈസല്ലോ. ആ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ദൈവം നമ്മളെയും കണ്ടു. സ്തോത്രം. അങ്ങനെ ഏകാധിപത്യ സംവിധാനത്തിലേക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുക. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനായി ലോകം ഒരുങ്ങുക. സ്തോത്രം. വാണിജ്യം ഏകീകരിക്കപ്പെട്ടുകൊണ്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞു തുടങ്ങി. എന്തിന്? കേരളത്തിലെ ഒരു തീന്മേശയിൽ പോലും എല്ലാ ഭാഗത്തുനിന്നും പ്ലേറ്റ് ജപ്പാനിൽ ഉണ്ടാക്കിയത്, സ്പൂണ് ഫ്രാൻസിൽ ഉണ്ടാക്കിയത്, ടേബിൾ ക്ലോത്ത് തായ്ലൻഡിൽ ഉണ്ടാക്കിയത്. നോക്കണം. അവന്റെ അത് ഇരിക്കുന്ന ആളുകളുടെ കയ്യിലെ വാച്ച് സ്വിറ്റ്സർലാൻഡിൽ ഉണ്ടാക്കിയത്, കാലെ കിടക്കുന്ന ഷൂസ് ഇറ്റലിയിൽ ഉണ്ടാക്കിയത്. We trot about the globe for shopping today. ഭൂമിയിലെല്ലാം ഷോപ്പിങ്ങിന് ഇങ്ങനെ ചുമ്മാ ഷോപ്പിങ്ങിന് ഇറങ്ങുക. അതുപോലെയായി ഗ്ലോബൽ വില്ലേജ്. ഇതെല്ലാം ഏകീകരിക്കപ്പെട്ടുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാതെ പിന്നെ നമ്മൾ മസിൽ പിടിച്ചോണ്ടിരിക്കുകയാണോ? വില പേശിക്കൊണ്ടിരിക്കുക നമ്മൾ. അത്രയും മറ്റും വേണോ? അല്ലേ. എൻ്റെ സഹോദരങ്ങളെ, മുഴു ജീവിതവുമാണ്. അത് കുറഞ്ഞൊന്നും കർത്താവിന് വേണ്ട. മത്തായി 13 അധ്യായങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. കർത്താവ് ദൈവരാജ്യത്തിന് ഉപമ പറഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിന് ഉപമ പറഞ്ഞ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, ഒരുവൻ ഒരു നിധി കണ്ടു വയലിൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. മുത്ത് തേടുന്ന ഒരു വ്യാപാരി വിലയേറിയൊരു മുത്ത് കണ്ടപ്പോൾ തനിക്കുള്ളതൊക്കെ വിറ്റേച്ച് ആ മുത്ത് വാങ്ങി.
What is the cost of that precious pearl? All that you have, even yourself. Praise the Lord. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. കർത്താവേ, ഉള്ളും പുറവും മുഴുവനായി ഞാൻ അങ്ങേക്കായി എന്ന് സമർപ്പിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോക്കോട്ടെ. കർത്താവ് വരുമ്പോൾ എതിർക്കും. സ്തോത്രം. കർത്താവ് തൻ്റെ വായിലെ വാക്കെല്ലാം ഒടുക്കി കളഞ്ഞു. പിശാചിനെ പൂട്ടിയിട്ടേ 1000 ആണ്ട്, 1 വർഷം. സഹസ്രാബ്ദ വാഴ്ച. നമ്മൾ കാത്തിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ചയല്ല. സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് ഏദേന്റെ അവസ്ഥയുടെ ആവർത്തനമാണ്. ഏദേന്റെ ആവർത്തനം മാത്രം, പൂർണ്ണതയുടെ കാലമല്ല. പിശാചിനെ പൂട്ടിയിട്ടിരിക്കുക. അന്നിവിടെ ജാതികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഏദേന്റെ ആവർത്തനം. അന്ന് ഇരുമ്പ് കാൽ കൊണ്ട് അവരെ തകർക്കും. കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. സ്തോത്രം. ഭയങ്കര ഭരണമാണ്. അന്ന് തേജസ്കരിക്കപ്പെട്ട ചരിത്രമുള്ള ദൈവസഭ കർത്താവിനോട് വാഴും. സ്തോത്രം. അന്നിവിടെ സാധാരണക്കാരായ ഒരു കൂട്ടം ആളുകളുടെ ഉണ്ടായിരിക്കും. അന്ന് ഭൂമിയുടെ മീതെ ഒരു അഡീഷണൽ ലെയർ ഇടും. യെശയ്യാവിന്റെ പുസ്തകവും 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ വേഗം വായിച്ചങ്ങനെ. തണലായും സ്തോത്രം. ഇതാണ് ഒരു അഡീഷണൽ. ഇന്നിപ്പം ഓസോൺ ലെയർ തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ് ഭൂമിയുടെ ഏറ്റവും കുഴപ്പം. അന്ന് ഒരു വേള തീർച്ചയായിട്ടും ഒരു ഓസോൺ ആയിരിക്കാം. ഒരു പുതിയ വിധാനം ഭൂമിക്ക് വിത വിരിക്കും. ജാതികളെ വഞ്ചിച്ച് കളയുവാൻ പിശാച് ഇവിടെ ഇല്ല. സ്തോത്രം. ഒരു പുതിയ വിധാനം ഭൂമിക്ക് വിത വിരിക്കും. അന്ന് സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം. സൂര്യനെ റീചാർജ് ചെയ്യും കേട്ടോ. ഹീലിയം വാതകം കത്തി ആ സൂര്യൻ പ്രകാശിക്കുന്നത്. സ്തോത്രം. ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നമുക്കറിയാമല്ലോ. ഇംഗ്ലണ്ടിലെ ഇന്നലത്തെ ചൂട് 35.8 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് ഡു യു തിങ്ക്? മനസ്സിലാവുന്നു? സായിപ്പിന്റെ തൊലിയെല്ലാം പൊള്ളി കൊമളിച്ച് കാണും. പിന്നെ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുക. ലോകം മുഴുവൻ, പോർച്ചുഗലിലെ, കാനഡയിലെ, ഓസ്ട്രേലിയയിലെ എല്ലാം വൈൽഡ് ഫയർ. വായിക്കുന്നുണ്ടോ? ആർട്ടിക് അന്റാർട്ടിക് റീജിയണിൽ കരിമ്പാറകൾ തെളിഞ്ഞു, മഞ്ഞെല്ലാം ഉരുകി. പത്രങ്ങളൊക്കെ വായിക്കുന്നില്ലേ? സ്തോത്രം. ലോകത്തിലെ പല പ്രമുഖ പട്ടണങ്ങളും are likely to be submerged, including Abu Dhabi, New York. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന്റെ വാക്കിൽ നിൽക്കുക. If God does not intervene, we are heading for a catastrophe. But God won't leave the world for a catastrophe like that. God will intervene. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം ഇവിടെ ഇന്റർവീൻ ചെയ്യാൻ പോവുക. ദൈവം ഇവിടെ ഇടപെടുന്നില്ലെങ്കിൽ അപരിഹാര്യമായ ഒരു എന്താ എന്ന് പറയുന്നത്? കാറ്റസ്ട്രോഫി എന്നുള്ളതിന് എന്നെ പറയണം? ദുരന്തം. ഒരു ദുരന്തത്തിലേക്ക് ലോകം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. ദൈവം ഇവിടെ ഇടപെടും. സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 7 വർഷത്തെ പ്രശ്നമേ ഉള്ളൂ. അന്നൂടെ അതിനോടകം മഹാകഷ്ടകാലം കുറെ ഉണ്ടാകും. എങ്കിലും തൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കും. സ്തോത്രം. എന്നിട്ട് ഒരു അഡീഷണൽ ലെയർ എല്ലാ ഭൂമിക്കും ഇടയിടും. സൂര്യനെ റീചാർജ് ചെയ്യും. സ്തോത്രം. എന്നിട്ട് 1000 വർഷം ഈ ഭൂമിയിൽ ഈ മൃഗജാലങ്ങളെല്ലാം ഒരു സ്വൈര്യത അനുഭവിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചായിരുന്നല്ലോ. ഭക്ഷണത്തിന്റെ ക്രമീകരണത്തിൽ വന്ന മാറ്റ നിമിത്തമാണ് മനുഷ്യൻ മൃഗവും നമ്മൾ അടിപിടി കൂടി ഒന്നൊന്നിനെ കൊന്നു തിന്നുകയാണ്. ഒരു സിംഹം, ഒരു പുലി, ഒരു മാൻകുഞ്ഞിനെ കടിച്ചു കീറി തിന്നുമ്പോൾ അത് അലറി വിളിക്കുന്ന നിലവിളി, അതിന് രക്തം ഈ ഭൂമിയിൽ വീഴുമ്പോൾ ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ എന്ത് ചെയ്യാണ്? ഞരങ്ങുക. എന്നാൽ അന്നിവിടെ 1000 കൊല്ലം ഈ ഭൂമി സ്വൈര്യത അനുഭവിക്കും.
സിംഹം കുഞ്ഞാടിനോടുകൂടി വൈക്കൊള്ളി. സ്തോത്രം. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരു നാശമോ ഒരു ദോഷമോ ഉണ്ടാകില്ല. ഏതേന്റെ ആവർത്തനം. സ്തോത്രം. 1000 കൊല്ലം കഴിയുമ്പോൾ ഞാൻ അയച്ചു വിടുമ്പോൾ ഇവന്മാരെല്ലാം കൂടെ അവൻ്റെ കൂടെ കൂടും. സ്തോത്രം. അതും ന്യായവിധിക്കാനുള്ള ഒരുക്കത്തിന് ഒരു ചുവടാ അത് കേട്ടോ. 1000 ആണ്ട് വായിച്ച കേൾക്കണേ. ദൈവത്തിന് അനന്തമായ കാര്യപരിപാടി ഒന്ന് ഓർത്ത് നോക്കി. നിത്യമായ അനാദില കാര്യപരിപാടിയുടെയാ. സ്തോത്രം. സഭ ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സെറ്റിലിംഗ് ഓഫ് ഓൾ അക്കൗണ്ട്സ്. മനസ്സിലായേ? കണക്കുകളെല്ലാം തീർക്കാം ഇവിടെ. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനാശുടമരെ കൂടെ കൂടുമ്പോൾ, സ്തോത്രം, കർത്താവ് തന്റെ വായിലെ വാക്കിനെ ഒടുക്കിക്കളഞ്ഞ് അവരെ നിത്യനാശത്തിലേക്ക് തള്ളിക്കളഞ്ഞ ശേഷം ഈ ഭൂമി തീ കൊണ്ട് ചൂടും. ആകാശങ്ങൾ മാറ്റി വെള്ളസിംഹാസനം വെക്കും. വെള്ളസിംഹാസനത്തിങ്കിലേക്ക് വരുത്തും. ന്യായവിധി ഒന്നാർക്കും പറയാൻ ഒക്കുകയില്ല. സ്തോത്രം. നീ ഞങ്ങളോട് അന്യായം ചെയ്തു, എൻ്റെ കഷ്ടത കൊണ്ടാണ്, അല്ലെ ആരെങ്കിലും അന്ന് പറഞ്ഞു തന്നിരിക്കട്ടെ, എൻ്റെ ദൈവമേ ഈ പിശാച് വഞ്ചിച്ചുകൊണ്ടാ പറഞ്ഞാൽ മറുപടി, പിശാചിനെ 1000 കൊല്ലത്തേക്ക് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? 1000 കൊല്ലത്തേക്ക്. അത് കഴിഞ്ഞപ്പോഴും മനസ്സിലായില്ലേ? നിങ്ങളുടെ താല്പര്യം എപ്പോഴും അവനോടാ, നിങ്ങളുടെ പ്രകൃതി എപ്പോഴും അങ്ങോട്ടാ. മനസ്സിലായോ? അത് തെളിയിക്കാനുള്ള ഒരു സമയമാണ് 1000 ആണ്ട് വാഴ്ച. ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. സ്തോത്രം. അങ്ങനെ ന്യായം വിധിച്ച് നിത്യം നരകത്തിലേക്ക്. പീഡനകാലത്ത് കൊല്ലപ്പെടുന്നവരുണ്ട്, രക്തസാക്ഷികളാകുന്നവരുണ്ട്. അവരുടെയൊക്കെ അന്ത്യതയെ സംബന്ധിച്ച് തിരുവെടുത്ത് ഇത്തിരി മൗനമാണ്. പക്ഷേ ശ്രദ്ധിച്ചേ സ്തോത്രം, അവർക്കും യഥാർത്ഥമായ മാറ്റം വന്നവരല്ല. അവരും യാഗപീഠത്തിന് അടിക്കടന്നുകൊണ്ട് നിലവിളിക്കുക. സ്തോത്രം. നാഥ, ഭൂമിയിൽ താമസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം പ്രതികാരം ചെയ്യാതിരിക്കും. സ്തോത്രം. കർത്താവ് അവർക്ക് വെള്ളനിലയൊക്കെ കൊടുത്തേച്ച് പറഞ്ഞു, കുറെ കൂടി സ്വൈര്യമായി പാർക്കണം. നോക്കണേ, അപ്പോഴും അവർക്ക് മാറ്റം വന്നില്ല. ദൈവം തന്നെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനല്ല. നമുക്കറിയാമല്ലോ, കർത്താവിന്റെ ആരോഹണത്തിലുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുക. കർത്താവ് യെരുശലേമിലേക്ക് യാത്രയാകുമ്പോൾ അവൻ സാമര്യയുടെ ഒരു ഗ്രാമത്തിൽ അവരുമായി അവന് ശുശ്രൂഷയ്ക്ക് അവന് പാർക്കാനുള്ള ക്രമീകരണം ചെയ്യാനായിട്ട് ശിഷ്യന്മാർ ചെന്നു. വായിച്ചേക്കണേ, 9-ാം അധ്യായം, ലൂക്കോസ് 9-ാം അധ്യായം. വേഗം വായിക്കാമെങ്കിൽ വായിച്ചാൽ മതി. 51 വേഗം വായിക്കാമല്ലോ, സമയം പോയി. എല്ലാവരും വരാൻ താമസിച്ചുകൊണ്ട് ചോദ്യത്തിനുള്ള യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തിൽ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതം എന്ന് ചോദിച്ചു. അവർ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യന്റെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിക്കാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. കേട്ടോ, ഇവർക്ക് കർത്താവിനെ അങ്ങോട്ട് അവരെ സ്വീകരിക്കാഞ്ഞപ്പോ, കർത്താവെ ഞങ്ങൾ പറഞ്ഞോളാം, നീ അങ്ങ് സമ്മതിച്ചാൽ മതി. എന്താ പറയുന്നത്? ഏലിയാവ് ചെയ്തു അല്ല. വഴിയെ പറ്റുന്നൊരു ഉദാഹരണമൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഞങ്ങൾ ആകാശത്തുനിന്ന് തീ ഇറങ്ങി ഇവരെ അങ്ങ് നശിപ്പിക്കാൻ ഞങ്ങൾ പറഞ്ഞോളാം, നീ അങ്ങ് സമ്മതിച്ചാൽ മതി. തിരിഞ്ഞവരെ ശാസം, നിങ്ങൾ ഏത് ആത്മാക്കൾക്ക് അധീനം? നിങ്ങൾ ഏത് ആത്മാവിന് അധീനം? മനുഷ്യപുത്രൻ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനാണ്. എന്നാൽ ഇവർ വായിക്കുന്നു ഇവരുടെ നിലവിളിയോ വെളിപ്പാട് 6-ന്റെ 9-10. വേഗം വായിക്കണേ, വെളിപ്പാട് 6-ന്റെ 9-10. മതിയല്ലോ. സ്തോത്രം. നോക്കണേ, അവർ നിലവിളിക്കുക. ഇവർക്ക് വല്ല മാറ്റം വന്നിട്ടുണ്ടോ? മനസ്സിലായോ? Have they imbibed the Christian spirit? അവർക്ക് ആ ക്രിസ്ത്യൻ സ്പിരിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ സങ്കീർത്തനം വായിച്ചു വെച്ച് 92-ാം സങ്കീർത്തനമൊക്കെ വായിച്ച് പ്രതികാരത്തിന് ദൈവം പ്രകാശിക്കണമെന്നൊക്കെ അങ്ങോട്ട് വായിക്കുമ്പോൾ അയ്യോ, എന്തോ വൈരാഗ്യമാണ് നമുക്ക്. ദൈവമേ, ഇവനെല്ലാം അങ്ങോട്ട് നശിച്ചു പോകണേ എന്ന് പ്രാർത്ഥിക്കാൻ എന്തൊരു സുഖമല്ലേ. ചെയ്യരുത്.
സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രതികാരത്തിന്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗം വായിക്കുമ്പോൾ സ്തോത്രം കോൺട്രാസ്റ്റ് ആയിട്ട് കാൽവരിലോട്ട് വിലയൂട്ടിക്കോണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കാൽവരിലോട്ട് വിലയൂട്ടിക്കോണം. സ്തോത്രം. ഇവിടെ ഇതാ അവര് യാഗപീഠത്തിന് കീഴേ ഇരിക്കുക. തൽക്കാലം അവർക്ക് വേറെ സ്ഥലമൊന്നും അവിടേക്ക് ഇല്ല. അവിടെ കൊണ്ട് തൽക്കാലത്തേക്ക് ഇരുത്തി. എന്നിട്ട് നോക്കി 20:4 വായിച്ചാൽ ഇനി അവരോടുള്ള ദൈവത്തിന്റെ നീതി കേട്ടോ. 20:4 വെളിപ്പാട്. ന്യായവിധാനങ്ങളെ കണ്ടു, അവരിയ്ക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാത്തവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ കാണും. അവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ അവർ ജീവിച്ച് പഴയ ശരീരത്തിൽ തിരിച്ചു വന്നു. മനസ്സിലായോ? ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കാണും. അവർ കുറച്ച് നാളത്തെ ജീവിതമാണ് കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്തു. മനസ്സിലായില്ലേ? They have sacrificed a few more years of wretched existence in the midst of tribulations. But God is going to amply and more than sufficiently recompensate or give compensation to them by raising them up in the same old body and giving them a long glorious life of 1,000 years. Ample compensation. മനസ്സിലായോ? കുറച്ച് നാളത്തെ ജീവിതം അവർ കർത്താവിന് വേണ്ടി ത്യാഗം ചെയ്തത്, കൊല്ലപ്പെട്ടിട്ട് അല്ലേ? അതോ കഷ്ടതയുടെ നടുവിലുള്ള കുറച്ച് നാളത്തെ ജീവിതം? ഇവിടെ ഇതാ കർത്താവ് അവരെ ഉയർത്തി നിൽപ്പിച്ച് പഴയ ശരീരത്തിൽ അവർ വന്ന് 1000 കൊല്ലം സുഖമായുള്ള ജീവിതം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നല്ല ഒന്നാന്തരം പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. സ്തോത്രം. ഈ 1000 കൊല്ലം കഴിയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സഭ ചേർക്കപ്പെടുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങ് പോരും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്താൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഇവിടെ ഇല്ല. മറക്കല്ലേ? നമ്മുടെ കഴിവുകൊണ്ടൊന്നും അങ്ങോട്ട് ചെല്ലാനൊക്കെയല്ലേ. പാപബോധം വരണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചേ വെക്കുള്ളൂ. ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യൻ പറയുന്ന 80% വാക്കും അവനവനെ കുറിച്ചാ, പരോക്ഷമായോ പ്രത്യക്ഷമായോ അവനവനെ കുറിച്ചാ. അതിൽ പിന്നെയും 80% വാക്ക് സ്വയനീതീകരണത്തിന്റെ വാക്കുകളാണ്. നമ്മുടെ നാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ തന്നെ വെള്ളയടിക്കാനാ, ചുണ്ണാമ്പ് പൂശാൻ. ശരിയല്ലേ? നമുക്കെപ്പോഴും ഞാൻ എത്ര കേമന പറയുന്നത്, എത്ര വല്ലവനാ പറയുന്നത്, എത്ര ഇങ്ങനെ ഇത് പറയാനാണ് നമുക്കെപ്പോഴും താല്പര്യം. പക്ഷെ ആ മനുഷ്യനെ കൊണ്ട് അയ്യോ ഞാൻ പാപി എന്ന് പറയിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രവർത്തിക്കുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ. സ്തോത്രം. 1000 ആണ്ട് ജീവിച്ചു. സ്തോത്രം. ഒരു വേള അവരും തിരിച്ചു വരുന്നവൻ്റെ കൂടെ അങ്ങ് തിരിയാനാ സാധിച്ചത്. ന്യായ വിസ്താരത്തിൽ വിധിച്ചു. സ്തോത്രം. എന്നോട് ന്യായം ചെയ്തില്ലെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടി സഭയേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ദൈവം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യും. അവരെക്കുറിച്ച് പുസ്തകം തിരുവെഴുത്തൊന്നും പറയുന്നില്ല. ദൈവം നീതിയായി കൈകാര്യം ചെയ്തോളും. കർത്താവിന് അനാദില നിർണയം ഒരു മണവാട്ടിയാണ്. സ്തോത്രം. ഈ ഭൂമി തീ കൊണ്ട് കത്തി അഴിയും. പുതിയ ആകാശ പുതിയ ഭൂമികൾ വെളിപ്പെടും. സ്തോത്രം. സഭയ്ക്കുള്ള അവകാശമായ പുതിയ യെരൂശലേം പുതിയ ആകാശ പുതിയ ഭൂമികളിലേക്ക് എഴുന്നള്ളി വരും. നമ്മൾ അവനോടുകൂടി നിത്യതയും. സ്തോത്രം. ആദി തുടങ്ങിയത് അന്തത്തിൽ അവസാനിക്കും. മനസ്സിലായല്ലോ? സ്തോത്രം. കഴിഞ്ഞകാല നിത്യതയിൽ നിന്ന് വരുംകാല നിത്യത അവിടെ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനുള്ള കാര്യപരിപാടിയായത് എല്ലാവർക്കും ഇത് മനസ്സിലാകും. ഹല്ലേലൂയ. ഇതിൽ നമുക്കും ഒരു പങ്ക് ദൈവം തന്നു. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കാം. അപ്പോൾ ചിലർ ചോദിക്കും, സ്തോത്രം, ദൈവം അത്ര അന്യായം വല്ലതും ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കൂട്ടമല്ലേ, കൊച്ചൊരു കൂട്ടമല്ലേ കാണുകയുള്ളൂ. കർത്താവിനോട് അത് തന്നെ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ചെറിയ കൂട്ടമേ, ഭയപ്പെടണ്ട. ഇടുക്കും അതിയുടെ അകത്ത് നടന്നു ചുരുക്കം വരെ ഉള്ളൂ, കുറച്ച് വരെ ഉള്ളൂ. കേൾക്കുന്നുണ്ടോ? കുറച്ച് വരെ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയവരെ പിന്നെ ഒരിക്കലും ഓർക്കയില്ല. പിശാചിന്റെ ദൂതന നിലയിലാണ് അവരെ കാണുന്നത്. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ അടുത്ത് ഒരു വുഡ് ലെയ്ത്തിന്റെ വർക്ക്ഷോപ്പിൽ മഴ നിമിത്തം നിൽക്കാനിടയാണ്. എൻ്റെ ഒരു പരിചയക്കാരനാണ്. അവന് വുഡ് ലെയ്ത്ത് വർക്ക് ചെയ്യുക. അവനൊരു നല്ലൊരു സോഫാ സെറ്റിന്റെ ക്രാസി ഉണ്ടാക്കുക. ക്രാസി ഉണ്ടാക്കുക. ഇവിടെ കിടക്കുന്ന നല്ല ദീർഘചതുരാകൃതിയിലുള്ള ഒന്നാന്തരം തേക്കിൻ കാതല, ഒരു 20 കിലോയെങ്കിലും തൂക്കം വരുന്ന നല്ല സമചതുരാകൃതിയിൽ അറുത്തെടുത്ത തേക്കിൻ കാതിൽ അവനിതേ വെച്ച്
ഇങ്ങനെ ക്രാസ് ഉണ്ടാക്കുക, നല്ല ഇവിടെ ഒരു വട്ടം ഇങ്ങനെ വട്ടം ഇങ്ങനെ നല്ല അലങ്കാരത്തോടെ ഉണ്ടാക്കുക. ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ അത് കണ്ടാലേ നല്ല ആകർഷകത്വം തോന്നത്തക്ക തേക്കിൻ കാതൽ. ഇവരിത് ചെത്തിയെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ 20 കിലോയിലും അങ്ങോട്ട് എടുത്ത് വെച്ചാൽ കൂടി വന്നാൽ ഒരു 4 കിലോ കാണും ഈ ക്രാസ് എടുക്കുമ്പോൾ. അപ്പം ഞാൻ അവനോട് ചോദിച്ചിട്ടേ മനുഷ്യ, ഇത്രയും വെറുതെ ചെത്തിക്കളയാതെ, മനസ്സിലായോ, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ചായച്ച് വെട്ടിയോ ചായച്ചറുത്തോ എങ്ങനെയെങ്കിലും അതിന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ, ഇത്രയും വെറുതെ വേസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഈ വട്ടം കിട്ടണമെങ്കിൽ ഇത്ര ഇവിടെ വേണം, പിന്നെ ഇവിടെ ഇത് വേണം, ഇത് വേണം, ഈ ഷേപ്പ് അവർ തന്ന ഈ ഡിസൈൻ അനുസരിച്ച് ചെയ്യണേ, ഇത്രയും ഒരു പീസ് വെച്ചേലേ ശരിയാവുള്ളൂ, ഇത്ര ഒരു ബ്ലോക്ക് വെച്ചെങ്കിലേ ശരിയാവും. ഞാൻ പറഞ്ഞു എന്നാലും ഇത് ഭയങ്കര നഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവൻ കുറേ വിശദീകരിച്ചിട്ടും പിന്നെയും ഞാൻ പറഞ്ഞു എന്നാലും ഇതൊരു വലിയ സങ്കടമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം ഈ പ്രോഡക്റ്റാ, മനസ്സിലായോ, ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യക്തമാവുന്നുണ്ടോ? സ്തോത്രം. ഈ ചെത്തിക്കളഞ്ഞതിനെ ആര് നോക്കുന്നു? വാരി തീരിടാനാണ്. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. മനസ്സിലായോ? സ്തോത്രം. ഒരു മണവാട്ടി. ഞാൻ ഈ ആശയത്തിന് മുമ്പിൽ, ഈ വെളിപ്പാടിന് മുമ്പിൽ ഞാൻ ഭയപ്പെടുന്നു. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സുണ്ട്. ഞാൻ എന്നും രാവിലെ ഓർക്കാറുണ്ട്, നമ്മൾ പൈപ്പ് തുറന്ന് വിട്ട് മുഖം കഴുകും ഇല്ലേ? രാവിലെ പൈപ്പ് തുറന്ന് വിട്ട് മുഖം കഴുകുമ്പോൾ ഈ ഒഴുകുന്ന വെള്ളത്തിൽ എത്ര % നമ്മൾ ഡു വി റിയലി അപ്ലൈ ഓൺ അവർ ഫേസ്? What % of water will be smeared on our face? Of the total water flowing out, what % do we? I don't think we utilize more than 10%. കേൾക്കുന്നുണ്ടോ? 10% തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ആരേലും അയ്യോ എന്ത് വെള്ളം പോയി എന്ന് പറഞ്ഞ കാര്യമോ? എൻ്റെ കൂടെ ഉണ്ടോ? വ്യക്തമായോ? സ്തോത്രം. അതെ, എന്നും രാവിലെ ഞാനിത് ഓർക്കും. കർത്താവേ, ആ ചെറിയ കുട്ടപ്പൻ, ഹല്ലേലൂയ. സദൃശവാക്യം തീരുന്നത് അനേകം തരുണിമാർ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കും. വായിച്ചിട്ടില്ലേ? സ്തോത്രം. സദൃശവാക്യം 31-ാമത്തെ അധ്യായത്തിൽ. സ്തോത്രം. അത് തീരുന്നത് ആ ഭാഗം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വളരെ നന്ദി. നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായി. സ്തോത്രം. ഒത്തിരി പേരുണ്ട് അതിനകത്ത്. ഉത്തമഗീതത്തിൽ വായിക്കണം. സ്തോത്രം. ആയിരങ്ങളുണ്ട്, വെപ്പാട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്. നീയോ ഏറ്റവും പ്രിയ. സ്തോത്രം. കർത്താവിൽ നിന്ന് ഔദാര്യമായ ഒത്തിരി നന്മകളുടെ കൂമ്പാരം അനുഭവിക്കുന്ന കോടികൾ ഇവിടുണ്ട്. പക്ഷേ തന്റെ കാന്ത ഒന്നേ ഉള്ളൂ. 25-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെയും പിന്നെയും ഒരു സാദൃശ്യം കാണാം. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഓർക്കണം. പരിശുദ്ധാത്മാവ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങളൊക്കെ ചെറിയ സൂചനയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അതിന്റെ 5-6, 25-ന്റെ 5-6 വാക്യം ഒന്ന് വായിച്ച്. എന്നാൽ അബ്രഹാം തനിക്കുള്ളത് ഒക്കെയും ഇസാഖിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. മതിയല്ലോ, ഇഷ്ടംപോലെ ദാനം കൊടുത്തു. വെപ്പാട്ടികളുടെ മക്കൾക്ക്, ഒരു മക്കളാ, ഇഷ്ടംപോലെ ദാനങ്ങൾ കൊടുത്തു, പറഞ്ഞു വിട്ടു. പക്ഷേ തന്റെ അവകാശിയാക്കി. ആരെ തെരഞ്ഞെടുത്തു? അനാദിയിലെ നിർണയം. സ്തോത്രം. ഈ ദൈവിക വെളിപ്പാട് ദൈവം നമുക്ക് തരുവാൻ നമ്മളിൽ പ്രസാദിച്ചല്ലോ. നമ്മളെ ഒരുക്കുകയാണ്. റബെക്കായുടെ നല്ലൊരു ഉദാഹരണമുണ്ട്. റബെക്ക, കഴിഞ്ഞ ദിവസം എസ്തേറിന്റെ ഉദാഹരണം നമ്മൾ കണ്ടു. റബെക്കായുടെ ഉദാഹരണം നമ്മൾ എടുക്കുമ്പോൾ എലയാസറിനെ പറഞ്ഞു വിടുക. പരിശുദ്ധാത്മാവിന്റെ നിഴലിലാണ് എലയാസർ.
സമയം പോയി. നിങ്ങളെല്ലാവരും വരാൻ സമയം താമസിച്ചതുകൊണ്ടും ഇവിടെ ചിലർ നിർദ്ദേശിച്ചത് കൊണ്ടുമാണ് ചോദിക്കാനുള്ള സമയം ചിലർ നിങ്ങൾ മാറ്റി വെച്ചത്. ഞാനിതൊരു കൺക്ലൂഷൻ പറയാൻ അങ്ങ് സമയം എടുത്തതാണ്. കേൾക്കണേ, ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. എലയാസർ പോയി. അബ്രഹാമിന്റെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേലക്കാരനാണ്, കാര്യക്കാരനാണ്. സ്തോത്രം. കാര്യസ്ഥനാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കാര്യസ്ഥൻ. കാര്യസ്ഥനായ എലയാസർ പോയി റബേക്കായെ കണ്ടു. നമുക്ക് വിവരങ്ങളൊക്കെ അറിയാം, വിവരങ്ങളൊക്കെ പറഞ്ഞു. എലയാസർ പറയുന്നൊരു വാക്കുണ്ട്, ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഞാൻ വന്ന കാര്യം അറിയിച്ചിട്ടല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കും, ഞാൻ വന്ന കാര്യം അറിയിച്ചിട്ട്. എന്നിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ബാലയെ തരാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞോളാം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ 24-ാമത്തെ അധ്യായത്തിൻ്റെ 33-ാം വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പ് ഭക്ഷണം. സ്തോത്രം. കേൾക്കണേ, അങ്ങനെ പറഞ്ഞു. ഇത് യഹോവയാൽ വരുന്നു എന്ന് പറഞ്ഞു. എന്നാലും ബാല ഒരു 10 ദിവസം കൂടെ അങ്ങോട്ട് കൊച്ചാ വീട്ടിൽ വളർന്ന ഓമനിച്ച് വളർത്തുന്ന മോള് ബാല ഒരു 10 ദിവസം കൂടെ നിൽക്കട്ടെ. കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ അമ്മ ഇച്ചിരി ഒരു കൊച്ചു ട്രെയിനിങ് കൂടെ കൊടുത്തൊക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചൊക്കെ വിടാം. അയ്യോ, എന്നെ താമസിപ്പിക്കരുത്. ശരി, എന്നാ കൊച്ചിനോട് ചോദിക്കട്ടെ, നീ ഈ പുരുഷന്റെ കൂടെ പോകുന്നു? ഞാനിപ്പോഴേ പോവാന്ന്. കാര്യം എന്താണെന്നറിയോ? എലയാസർ ഇത് പറയുന്നത് മുഴുവൻ ആര് കേട്ടു? റബേക്ക കേട്ടു. റബേക്ക കേട്ടപ്പോഴേ ഇസഹാക്ക് അവിടെ മനസ്സിൽ കയറിയെന്ന്. ഇസഹാക്ക് അവളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പോയേക്കാന്ന് പറഞ്ഞു. സ്തോത്രം. താമസിക്കാതെ അവളെ യാത്രയാക്കുക. പോകുന്ന വഴി കഠിനമായ യാത്രയാകട്ടോ. മരുഭൂമിയിലൂടെയുള്ള യാത്ര വളരെ കഠിനമാണ്. കഠിനമായ യാത്രയിൽ ഉഷ്ണക്കാറ്റും ശീതക്കാറ്റും മണൽക്കാറ്റും മണലാരണ്യവും ഇതെല്ലാമുള്ള വഴിയിലൂടെ ദീർഘമായി യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം, ഇവൾക്ക് തേന്മഴ പോലെ ഇസഹാക്കിന്റെ വർണ്ണന ആര് കൊടുക്കുക? എലയാ. സ്തോത്രം. ഈ മരുഭൂമി യാത്രയിൽ അവളുടെ ഹൃദയത്തിന്റെ സന്തോഷം ഇസഹാക്കിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. മരുഭൂമിയുടെ കഷ്ടതയൊന്നും അവൾക്ക് പ്രശ്നമല്ല. ഹല്ലേലൂയ. അവളങ്ങനെ യാത്ര ചെയ്യുക. ഇസഹാക്കിന്റെ അങ്കലാവണ്യം, ഇസഹാക്കിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത, ഇസഹാക്കിന്റെ സംസാരത്തിന്റെ പ്രത്യേകത, ഇസഹാക്കിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇസഹാക്കിന് ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇസഹാക്കിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, വിനോദം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഇസഹാക്കിന് ഇഷ്ടപ്പെട്ട നിറം, അല്ലേ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. ഒരു ദിവസം നിങ്ങൾ ഓർത്തു നോക്കി, എലയാസർ ഇസഹാക്കിന് ഇഷ്ടപ്പെട്ട വേഷവും നിറവും ഒക്കെ പറഞ്ഞു കൊടുത്തു. അന്ന് ഒരു മരിപ്പച്ച കണ്ടപ്പോൾ ഒരു ഒയാസിസിൽ അവരൊന്ന് താവളം അടിച്ച് കൂടാരടിച്ച് കിടന്നിച്ച് പിറ്റേന്ന് രാവിലെ അവള് റബേക്ക ഉണർന്ന് പോകുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ഇസഹാക്കിന് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് അതേ വേഷമിട്ട്, മനസ്സിലായില്ലേ, അവൾ ഇറങ്ങുക, അവൾ തന്നെ ഒരുക്കുക. സ്തോത്രം. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ് നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഓരോ ദൈവഹിതം, യേശുക്രിസ്തുവിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ നമ്മൾ വെമ്പൽ കൊള്ളണം. സ്തോത്രം. Don't count the cost to conform to the desire of our bridegroom. മണവാളന്റെ താല്പര്യത്തോട് അനുരൂപപ്പെടാൻ എന്ത് ചെലവ് വരുമെന്ന് നിങ്ങൾ കൂട്ടരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ഇങ്ങനെ പോവുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നടന്ന ഇടയ്ക്ക് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു. ഏതാ? പ്രവചനത്തെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കൂട്ടത്തിൽ നിന്ന് പറഞ്ഞേക്കാം. ഈ പോകുന്ന വഴിക്ക് വല്ലോ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. മണൽ കുഴികളൊക്കെ ഉണ്ട്, ചതിക്കുഴികളൊക്കെ ഉണ്ട് ഇവിടെ. എന്ന് പറഞ്ഞാൽ മീതെ മണൽ നിറഞ്ഞു കിടക്കും. ചവിട്ടിയാൽ ചിലപ്പോൾ അങ്ങ് താത്തു പോകും. ഒട്ടകത്തിന് പോലും കാല് കുറെ പുറഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള, പിന്നെ തേളുണ്ട്, അഗ്നിസർപ്പമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഒരു ദിവസം എലയാസർ വിളിച്ചു, റബേക്കായേ, എൻ്റെ കുഞ്ഞേ, നാളെ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ. അയ്യോ,
അഗ്നിസർപ്പങ്ങളുടെ കൂട, തേളുകളുടെ ആവാസ കേന്ദ്രമാ, ചതിക്കുഴികളൊക്കെ ഉണ്ട്. സൂക്ഷിച്ചിരുന്നോണേ. അങ്ങനെ വല്ലതും പറയുമോ? അങ്ങനെ ഉണ്ടേ പോലും പറയുമോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല. അങ്ങനെ വല്ലതും പറഞ്ഞാൽ ഈ പെങ്കൊച്ചിനെ സുരക്ഷിതമായിട്ട് അങ്ങ് കൊണ്ടിയെല്ലാം ഒക്കുവോ? ഒരിക്കലും നമ്മളെ ഭയപ്പെടുത്തുന്നതൊന്നും ആര് പറയില്ല. പറഞ്ഞേ ഇങ്ങനെ പോവുകയാണ്. സ്തോത്രം. കർത്താവിനെ കുറിച്ച് എന്നോട് പിന്നെയും ഒരു പാട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷിലൊരു പാട്ട്, നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷിലെ കോറസ് മാത്രം 2 ലൈൻ നേഴ്സറി പിള്ളേരെ കുട്ടി ഇതും ഡാൻസ് ചെയ്യുന്ന നടക്കും. അങ്ങനെയല്ല, നമ്മൾ നല്ല ഹിംസൊക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ കേട്ടോ. ആ പോട്ടെ, നേരെ പോകും. ഒരു പാട്ടുണ്ട്, more about Jesus, more about Jesus, more of his saving full mercy, more of his love who died for me, more of his saving full mercy, more of his love who died for me. ഇതൊരു പാട്ടാ. ഇനിയും എന്നോട് യേശുവിനെ കുറിച്ച് പറ, കൂടുതൽ പറ. അതെ, അതായിരിക്കാം നമ്മുടെ ഹൃദയത്തിന് തേന്മഴ. അങ്ങനെ പോകുമ്പോൾ അവൾ ഇങ്ങനെ ഒരുങ്ങുകയാണ്. ചെല്ലുമ്പോൾ ഒരു സന്ധ്യയിൽ ഒരു ചെറുപ്പക്കാരൻ അവരെ എതിരേൽക്കുന്ന പോലെ വെളിംപ്രദേശത്ത് ധ്യാനിക്കാൻ പോകുന്നു. റെബെക്ക എലിയാസെന്ന് ചോദിക്കുക. പരപുരുഷ ദർശനം പോലും പെൺകുട്ടികൾക്ക് നിഷിദ്ധമാ അല്ലേ? അതിന്റെ കൂടെ പരപുരുഷനെ കുറിച്ച് അന്വേഷണം കഴിച്ചാലോട്ട് പറയാനുണ്ടോ? മനസ്സിലായോ? Enquiring about every Jack and Harry, every young chap that is passing by is not considered that desirable in a young girl. Alle? But Rebecca dared to enquire about that particular young man who was coming out. ഞാൻ വിചാരിക്കുക ധാത്രി കൂടെ ഉണ്ട്. ധാത്രി ഒച്ച മണ്ടിപ്പൺ എന്തോലി പറയുന്നു. അതും നീ താമസിക്കാൻ പോകുന്ന വീട്ടിലെ കാര്യക്കാരനോട് വഴി കണ്ട പുരുഷനെ കുറിച്ച് അതാരാണെന്ന്. സ്തോത്രം. റെബെക്കായ്ക്ക് അറിയാം ഇത് പരപുരുഷനൊന്നും അല്ല. എലയാസ അതാണ് എൻ്റെ യജമാനൻ, നിന്റെ കാന്തൻ. അങ്ങനെ റെബെക്കായ്ക്ക് മനസ്സിലായത്. സ്തോത്രം. ധാത്രി ശകാരിച്ചെങ്കിൽ ധാത്രിയോട് അവൾ പറയും, എനിക്കറിയാം അത് പരപുരുഷനല്ല. നിനക്കെങ്ങനെ മനസ്സിലായി? ഇവന്റെ ചിത്രമല്ലയോ ഈ നാളുകൾ ഇത്രയും ഇവൻ എൻ്റെ മനസ്സിൽ വരച്ചുകൊണ്ടുള്ളത്. സ്തോത്രം. ഇവന്റെ വാക്കുകളിലൂടെ ഈ പുരുഷന്റെ ചിത്രമാണ്, ഈ മണവാളന്റെ ചിത്രമാണ് എലയാസറിന്റെ ഹൃദയത്തിൽ വരച്ചുകൊണ്ടിരുന്നത്. അവൻ എനിക്ക് അന്യനല്ല, അവൻ എനിക്ക് പ്രിയന്റെ പ്രിയനാണ്, അവൻ എനിക്ക് ജീവന്റെ ജീവനാണ്. സ്തോത്രം. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. സ്തോത്രം. കണ്ടോ, ക്രിസ്തുവിന് വേണ്ടി ഒരുക്കാനാ ശുശ്രൂഷകന്മാർ. അതിനാണ് കൃപാവരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതാ അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ആട്ടെ, ഇന്ന് കാഹളം ധ്വനിച്ചാൽ പോകാനുള്ള ഒരുക്കം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അവന്റെ ശരീരത്തിലെ അവയവങ്ങളാകുവാൻ, അവന്റെ അവകാശികളാകുവാൻ. സ്തോത്രം. അവന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് അവന്റെ സാക്ഷികളായി നിലകൊള്ളുവാൻ ദൈവം നമ്മെ മുൻകണ്ട് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്നെ എങ്ങനെ പ്രസാദിപ്പിക്കണം? അടിയനെ അങ്ങയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ ഞാൻ എന്തു വേണം? അങ്ങയ്ക്ക് അടിയനോടുള്ള സ്നേഹം വെളിപ്പെടുത്തേണ്ടതിന് അവസാനത്തുള്ള രക്തവും
എനിക്ക് വേണ്ടി ഊറ്റി തന്നെങ്കിൽ അടിയൻ അങ്ങയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ എൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ ജീവിതവും മുഴുവാളത്വവും ദേഹം ദേഹി ആത്മ മുഴുവാളത്വവുമായി അങ്ങയുടെ മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യാം. നമുക്കൊരു സമർപ്പണം എടുക്കാം. സ്തോത്രം. ഈ 17 ദിവസങ്ങൾ ഞാൻ ദൈവത്തിന്റെ വചനത്തിനും കൂടെ സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവിന് അവരെ ഇതുവരെ വൈകിയതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് അവരെ സന്നിധിക്കുവാൻ അവസരമുണ്ട്. നമ്മളെപ്പോലെ ഈ പട്ടണത്തിൽ നാട്ടിൽ നിന്ന് വന്നവർ തന്നെ ആയിരക്കണക്കിന് ആളുകൾ സത്യവചനം അറിയാതെ നിത്യജീവനിൽ നകന്ന് നാശത്തിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ അവരെക്കുറിച്ചൊരു അനുതാപവും ഒരു ഭാരവും ഒരു കരുതലുമില്ലേ? അവരുടെ മുമ്പിൽ സുവിശേഷത്തിന് വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷികളാകുവാൻ ഇന്ന് രാത്രി നമ്മളെ സമർപ്പിക്കുമോ? കർത്താവേ, അങ്ങയോടുള്ള സ്നേഹം, ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ ഞാൻ എന്തു വേണം? ആ സമ്പൂർണമായി തങ്ങളെ സമർപ്പിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവദാസന്മാർ ഈ യോഗം പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ഹൃദയത്തിൽ താല്പര്യമുണ്ട്. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് സ്തോത്രം കുഞ്ഞാടിന്റെ രക്തമുഖാന്തരവും സാക്ഷിന് വചനത്താലും സാത്താനെ ജയിച്ചു എന്നാണ്. അതുകൊണ്ട് സ്തോത്രം കുഞ്ഞാടിന്റെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. അത് സാക്ഷിന് വചനത്താൽ ഏറ്റു പറയുവാൻ ദൈവസന്നിധിയിൽ ഒരു പുതിയ സമർപ്പണവും ഒരു പുതിയ തീരുമാനവും എടുത്ത് കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ കർത്താവിനായി ഒരു പുതിയ സമർപ്പണം ദൈവസന്നിധിയിൽ എടുത്തെങ്കിൽ സ്തോത്രം അത് സാക്ഷിന് വചനത്താൽ അത് വെളിപ്പെടുത്തുന്നത് ദൈവസന്നിധിയിൽ സാത്താന്റെ മേൽ ജയമുണ്ടാകുവാൻ സ്തോത്രം ഉപകരിക്കും എന്ന് തിരുവെഴുത്ത് പറയുന്നതിനാൽ നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, ഞാൻ ഇന്ന മണ്ഡലത്തിൽ ഇന്ന കാര്യത്തിൽ ഹല്ലേലൂയ അങ്ങയുടെ സാക്ഷിയാകാൻ, എനിക്ക് അങ്ങയുള്ള സ്നേഹം വെളിപ്പെടുത്താൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഹല്ലേലൂയ അനാദിര നിർണയത്തിൽ അങ്ങ് മുൻ നിയമിച്ച ആ സഭയിൽ ആ മണവാട്ടിയിൽ ഒരു എളിയ അവയവമെങ്കിലുമായി തീരുവാൻ ഞാൻ ഇന്ന കാര്യത്തിൽ നിന്ന് തീരുമാനമെടുക്കുന്നു. അങ്ങ് തന്നെ സഹായിക്കും. ദിവസത്തിൽ പ്രാർത്ഥിച്ചാട്ട് നിങ്ങളുടെ വാക്കുകളുടെ ശബ്ദം ദൈവം കേൾക്കട്ടെ. യേശുവിന്റെ ഗ്ലോറി ഗ്ലോറി എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ ഏതെങ്കിലും പ്രത്യേക വിഷയത്തെക്കുറിച്ച് സമർപ്പിച്ച് തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥന അപേക്ഷിക്കുന്ന താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തങ്ങൾ വലതുകരമെന്ന് ഉയർത്തിയാൽ അതൊരു സാക്ഷ്യമായിരിക്കുമല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. പുട്ട് ഓൺ യുവർ ഹാൻഡ്സ്. കൈകൾ താഴ്ത്തിയിട്ടാണ്. ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇത്രയും അങ്ങയുടെ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ അവിടെ നിന്ന് അവസരം തന്നല്ലോ. ഈ പ്രിയ ഭവനം ഇതിനായി തുറന്നതിനാൽ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഈ രാജ്യത്ത് കർത്താവേ, ശത്രു കാണാതെ വണ്ണം ഈ ദിവസങ്ങൾ ഇത്രയും യോഗങ്ങൾ നടക്കുവാൻ തിരുമേനി സഹായിച്ചതിനാൽ സ്തോത്രം. സ്തോത്രം. അങ്ങയുടെ കൃപയ്ക്കായും കരുണയ്ക്കായും സ്തോത്രം. ഈ 17 ദിവസവും ബദ്ധപ്പാടുകളുടെ നടുവിൽ സമയം വേർതിരിച്ച് നിന്റെ വചനത്തെ സ്നേഹിച്ച് തിരുമേനിയെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ മക്കളുണ്ട്. അവരുടെ സമർപ്പണവും അവരുടെ താല്പര്യവും തിരുമേനി ആദരിക്കണം. തിരുമേനി അവരെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി പ്രത്യേക വിഷയങ്ങളിൽ തിരുമേനിയുടെ തിരുമുമ്പിൽ തീരുമാനങ്ങളും സമർപ്പണവും എടുത്ത പ്രിയപ്പെട്ടവരിവിടെ ഉണ്ട്. തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരെ കർത്താവേ സ്തോത്രം അത് പരസ്യമായി അവരെ അറിയിച്ച പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷാൽ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ, സഹോദരിമാർ, തിരുമേനി അവരോട് കരുണ കാണിക്കുകയും അവരുടെ ഉയർന്ന കരങ്ങളെ അങ്ങും തന്നെ പിടിച്ചുകൊള്ളുകയും ചെയ്യും. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്.
അങ്ങനെ കൈപിടിച്ച് നടത്തിയെങ്കിലേ മതിയാവൂ. തിരുമേനിയുടെ കൃപ അവരുടെ മേൽ ഉണ്ടാകണം. കുടുംബം കുടുംബമായി, വ്യക്തികളായി അവരെ അനുഗ്രഹിക്കണം. തിരുമേനിയുടെ കൃപ, സ്തോത്രം, അവരനുദിനവും അനുഭവിക്കുവാൻ തിരുമേനി അവരിൽ പ്രസാദിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഈ ഭവനവും ഒരുങ്ങിയതിനാൽ സ്തോത്രം. അവരെയും തിരുമേനി അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി തിരുസൽ തലവണക്കിരിക്കണം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ തിരുസലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദൃശ്യമായ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ അടിയങ്ങൾ ഓരോരുത്തരുടെ മേലും വെച്ച് അങ്ങയുടെ സ്വർഗീയമായ ആശീർവാദങ്ങളാൽ ഞങ്ങളെ നിറച്ച് നിങ്ങളുടെ അനുഗ്രഹത്തോടെ അയക്കണമേ. അങ്ങയുടെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥന അപേക്ഷിച്ചവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളെല്ലാവരും നിത്യത്തിൽ കാണുവാൻ ഇടയാക്കണം. സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ വരവ് വരെ ഈ ദേശത്ത് അങ്ങയുടെ വചനം അറിയിക്കുവാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം. ഞങ്ങളുടെ സഹോദരങ്ങളായി ഈ ദേശത്തുള്ള അനേകരുണ്ട്. അവരോട് വല്ല വിധേയനും ഇതിന്റെ സ്നേഹം കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടും ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതിനിവിടെ പാർത്ത് സ്തോത്രം തിരുമേനിയുടെ സാക്ഷികളായി നിൽക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവർക്കും നല്ല കൃപ കൊടുക്കണം. മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ.